കൊണ്ട് തന്നെ മുഴുവൻ ടോട്ടൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് തോന്നുന്നില്ല. എങ്കിലും പറ്റുന്ന അത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി ഒരു ദിവസം കൂടി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് കൂടി കംപ്ലീറ്റ് ചെയ്യും. ബട്ട് വിൽ ട്രൈ ടു കംപ്ലീറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ഇങ്ങനെ കുറച്ച് ഒരു ഇനീഷ്യൽ കുറച്ച് ഡിസ്ക്ലെയിമേഴ്സ് നടത്തണമെന്ന് തോന്നി. സോ ഐ ഡിഡ് ഇറ്റ്. So once again, welcome you all to the class. നമുക്ക് സമയമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു ടോപ്പിക്കിലേക്ക് നേരിട്ട് പോകും. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും അല്ലെ മിസ്റ്റർ പിബി? സർ. പിന്നെ സ്ലൈഡും കാണുന്നുണ്ടല്ലോ മിസ്റ്റർ ഷാജി? സ്ലൈഡും കാണാം. അപ്പോഴ് എനിക്ക് ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. എൻകറേജ്മെന്റ് അങ്ങോട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരു റെസ്പോൺസ് എല്ലാവർക്കും നേരിട്ട് റെസ്പോൺസ് ഓഡിയോ വീഡിയോയിൽ വന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഐ എക്സ്പെക്ട് യുവർ റെസ്പോൺസ് ഇൻ ദി വാട്ട് യു കോൾ ഇൻ ദി ചാറ്റ് ബോക്സ്. യെസ് ഓർ നോ. മനസ്സിലായ കാര്യങ്ങൾ എസ് എന്ന് പറയും, ഇല്ലാത്ത കാര്യങ്ങൾ നോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഐ കൻ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് അഗൈൻ. അൾട്ടിമേറ്റ്ലി നമ്മുടെ എക്സാം ആണ് നമ്മുടെ മുന്നിലുള്ളത്, അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ ഷാൽ വി ഗോ? അതിനൊക്കെ അങ്ങനെ ഇത് മനസ്സിലായെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ഒരു എസ് ഒ കിട്ടി കഴിഞ്ഞാൽ ഐ വിൽ ഓൾസോ ഹാവ് എ കമ്മ്യൂണിക്കേഷൻ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. സാദിയ മൂസ, സാദിയ ഇവിടെ ഉണ്ടായിരുന്നു, കാലിക്കറ്റിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സർ, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയതാ തൃശ്ശൂരിലേക്ക്. ഓക്കെ, യുവർ നെയിം ഈസ് ഫെമിലിയർ, യു ആർ ഫെമിലിയർ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് എൻകറേജിങ്. ഗുഡ്. ഓക്കെ, നമുക്ക് ഓക്കെ അപ്പൊ സാലിയന്റ് ഫീച്ചേഴ്സിലേക്ക് പോകാം. സാലിയന്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് താരതമ്യേന എളുപ്പത്തിൽ പഠിക്കാനും പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന, പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എസ്എ ക്വസ്റ്റ്യൻ ആണ് സാലിയന്റ് ഫീച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സാലിയന്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സവിശേഷതകൾ എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ കുറിച്ച് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സാദിയ മൂസയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും കട്ടി മീശയുള്ള ഒരാള്, മുടി നരച്ചൊരാള്, അല്ലെങ്കിൽ കുറെ മുടിയുള്ള ഒരു കുട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് തടിച്ച ഒരാള് അല്ലെങ്കിൽ മെലിഞ്ഞ ഒരാള്, എന്തെങ്കിലും രീതിയിൽ നമ്മൾ കുറച്ച് അയാളെ വിശേഷിപ്പിക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. സോ ദാറ്റ് അത് അയാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫ് ഫസ്റ്റ് പേപ്പർ 3 ഇയർ കോഴ്സിലാണെങ്കിൽ 5 ഇയർ കോഴ്സ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കുമ്പോൾ you need to understand the major features, the significant characteristics of the constitution. അതാണ് നമ്മൾ സാലിയന്റ് ഫീച്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അത് സോ യു ഹാവ് 10 or 11 പോയിന്റ്സ്, ഒരു 10-11 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ ഓർത്തിരുന്നാൽ തന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്ന പോയിന്റ്സ് നമുക്ക് ഓർത്ത് വെക്കാനും പരീക്ഷയ്ക്ക് പെട്ടെന്ന് അപ്പിയർ ചെയ്യാനും പറ്റുമെന്ന് ആണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ തന്നെയാണ് സ്റ്റുഡൻസ് പറഞ്ഞിരുന്നത്, അങ്ങനെ തന്നെയാണ് ഞാൻ ഉടുപ്പി ലോ കോളേജിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിച്ചത്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ഷെയർ. സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു 10-11 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓരോന്നും ബ്രീഫായിട്ട് പെട്ടെന്ന് പറഞ്ഞു. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. ദ ഫസ്റ്റ് വൺ ഈസ് ദ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. വേൾഡിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ് വൺ ഈസ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അത് വിഭാവനം ചെയ്യുന്ന ഗവൺമെന്റ് അത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. നെക്സ്റ്റ് വൺ ഈസ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അല്ലെ എന്നുള്ളത് ചോദ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് റിജിഡ് ആയിട്ടതും ഫ്ലെക്സിബിൾ ആയിട്ടും ഒരേ സമയം തന്നെ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് പറയുന്നത്, അല്ലെങ്കിൽ ജൂറിസ്റ്റുകൾ പറയുന്നത്. Now next one is fundamental rights. ഫണ്ടമെന്റൽ റൈറ്റ്സ് പിന്നെ ഒരു സാലിയന്റ് ഫീച്ചർ ആയിട്ട് വിചാരിക്കപ്പെടുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് ഓൾസോ കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ്. യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശം. വി വിൽ എക്സ്പാൻഡ് ദാറ്റ് ലേറ്റർ ഓൺ. ദെൻ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി എൻഷുർഡ് ദാറ്റ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ആർ ഡൂയിങ് ദ ഡ്യൂട്ടി ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു റൂൾ ഓഫ് ലോ ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്.
so that you have an independent judiciary. And secularism is an hallmark. ഈ കാലഘട്ടങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മതനിരപേക്ഷത, മതേതരത്വമല്ല, മതനിരപേക്ഷത എന്നുള്ളതാണ് കൂടുതൽ ശരിയായിട്ടുള്ള വാക്കെന്ന് പറയപ്പെടുന്നു. Secularism is one of the hallmarks of Constitution of India. Then we have single citizenship. ഒറ്റ സിറ്റിസൺഷിപ്പ് ആണുള്ളത്. അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളിലും ഒരു നാഷണൽ സിറ്റിസൺഷിപ്പും മറ്റൊരു സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പും ഉണ്ട്. Unlike United States of America and similar countries, you have single citizenship in India. That's a notable feature of Indian Constitution. And fundamental duties, though it was not originally part of it. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒറിജിനലി അതിന്റെ ഭാഗമല്ലായിരുന്നു, പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണെങ്കിൽ പോലും that's also considered to be one of the salient features, notable features of the Constitution. Yeah. And last, obviously not the least, is a question on whether Constitution of India, what's the nature of Indian Constitution? Whether the nature of Indian Constitution is federal, or is it unitary, or partially federal and partially unitary, or none of these. Our question കൂടി നമ്മൾ അഡ്രസ് ചെയ്യും. 11th point, അത് മാത്രം തന്നെ ചിലപ്പോൾ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും ഒരു എസ്സേ ആയിട്ടോ തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ അത് അപ്രോച്ച് ചെയ്യും. സോ ദ ടൈം ഈസ് സ്കാൻഡ്, വി ആർ മൂവിംഗ് ടു ദി ഫസ്റ്റ് പോയിന്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ലെങ്തസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് തുടക്കത്തിൽ 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതിന് 7 പട്ടികകൾ ഉണ്ടായിരുന്നു, പിന്നെ അനെക്സ്ചർ, ഇൻഡെക്സ്, അങ്ങനെയുള്ള സംഭവം. ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10-75 വർഷം കഴിഞ്ഞ ശേഷം, കൂടുതലധികം അമെൻഡ്മെന്റ് കഴിഞ്ഞ ശേഷം, യു ഹാവ് ആസ് മെനി ആസ് 24 പാർട്സ്, 24 പാർട്ടുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതുകൂടാതെ 12 ഷെഡ്യൂളുകളുണ്ട്, 2 അനെക്സ്ചേഴ്സ് ഉണ്ട്. ആ അനെക്സ്ചേഴ്സിന്റെ പ്രാധാന്യം ഇപ്പൊ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ സ്പെഷ്യൽ സാഹചര്യം എടുത്തു കളഞ്ഞ ശേഷം then you have an index also. അപ്പം കുറേയധികം കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് വിവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പ്രധാനമായിട്ട് ഇഫ് യു ഗോ ഫോർ എ കമ്പാരിസൺ, വലുതാണോ ചെറുതാണോ ലെങ്തിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എപ്പോഴും ഒരു ആപേക്ഷികമാണ്. യു ഡിസൈഡഡ് ഇൻ കമ്പാരിസൺ വിത്ത് സംതിങ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഗോ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ജസ്റ്റ് 1 പേജ്, ദാറ്റ്സ് ഓൾ, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ മറിച്ച് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കുറേയധികമുണ്ട്. കുറേയധികം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ സ്റ്റേറ്റുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനത്തെ സംസ്ഥാന ഗവൺമെന്റ്, പഞ്ചായത്ത് രാജ്, ഇലക്ഷൻ, അതുകൂടാതെ തന്നെ ഷെഡ്യൂൾഡ് ഏരിയാസ്, നമ്മുടെ അങ്ങനെയുള്ള ഏരിയാസ്, അതുകൂടാതെ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ our constitution is the lengthiest constitution in the world. And because of these reasons, you have fundamental rights, directive principles, the structure of central government, structure of state government, then you have the structure of municipalities and the panchayat raj institutions and elections and things like that. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ 24ഓളം പാർട്സ് ഉണ്ട്, 12 schedules, 2 annexures and 1 index. So this is considered to be the largest, or rather lengthiest constitution in the world. And that is one of the salient features, first and foremost salient features of a constitution. നിങ്ങൾ ഏത് പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും പിന്നെ ഈ ഒരു salient feature അതിനകത്ത് കാണും. So that's a brief of the first point. Is that clear to everyone? Is that clear? I would like to have an yes or no. Yes. Yes, sir. Yeah. If you can just understand, if you can just put that in the chat box, that will be encouraging. എനിക്കും ഒരു എൻകറേജ്മെന്റ് ഉണ്ടാവുന്ന കാര്യം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നമ്മുടെ ഫോം ഓഫ് ഗവൺമെന്റിനെ കുറിച്ചാണ്. ഏത് തരം ഗവൺമെന്റ് ആണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമനിർമ്മാതാക്കൾ ജനപ്രതിനിധികളാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും കടം കൊണ്ടുപോയ ഒരു സംഭവമാണ് അഡോപ്റ്റഡ് ഫ്രം ബ്രിട്ടൻ. നമുക്ക് ബ്രിട്ടനിൽ അറിയാവുന്ന പോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസ്, ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറഞ്ഞ് 2 അധോമണ്ഡലവും ഉപരിമണ്ഡലവും ഒക്കെയാണ്. നമുക്കിവിടെ ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. അതൊന്നും പറഞ്ഞ് നമ്മളെ സമയം കളയാൻ കഴിയില്ല. നമ്മൾ ഈ ഒരു സിസ്റ്റമായിട്ട് ഫെമിലിയർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇതിനകത്ത് നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ നമ്മളൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ. സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്
നിയമനിർമ്മാണം ഒരു പ്രത്യേക അധികാര സ്ഥാപനം ലെജിസ്ലേച്ചർ, ഭരണനിർവഹണം എക്സിക്യൂട്ടീവ്, അതുകൂടാതെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ലോ, ദാറ്റ് ഈസ് ഫോർ ദി ജുഡീഷ്യറി. ഇത് 3 അധികാര സ്ഥാപനങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ there will be a check and balance system. ആൾക്കാരത് അധികാരമുള്ള ആൾക്കാരത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, സെപ്പറേഷൻ ഓഫ് പവർ. പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ചവർക്കറിയാം. ഈവൻ അതർവൈസ് ഇഫ് യു ഹാവ് സം എക്സ്ട്രാ റീഡിംഗ് യു മൈറ്റ് നോ അബൌട്ട് ഇറ്റ്. അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മോണ്ടെസ്ക്യൂ എന്ന് പറഞ്ഞ ഒരാളൊക്കെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്. അപ്പോൾ അത് പ്രകാരം ഒക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും സെപ്പറേഷൻ ഓഫ് പവർ. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും സെപ്പറേഷൻ ഓഫ് പവർ കമ്പൽസറി ആയിട്ടില്ല. ദർ ഇസ് നോ മാൻഡേറ്ററി സെപ്പറേഷൻ ഓഫ് പവർ പ്രിൻസിപ്പൽ ഇനിഷ്യേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ നിന്നാണ് നമ്മുടെ ഭരണ നിർവഹണ വിഭാഗം വരുന്നത്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിയമനിർമ്മാണ സഭയും നിർവഹണ വിഭാഗവും ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ഒരു അതോറിറ്റി ആണോ അല്ലെങ്കിൽ ഒരു അതോറിറ്റി അല്ലേ എന്നൊക്കെ തോന്നിയിരിക്കും. കാരണം നമ്മളിപ്പം ടേക്ക് ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഭരണനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള മിനിസ്റ്റേഴ്സും അതിൽ താഴേക്ക് വരുന്ന ഒരു പ്യൂണ് വരെയുള്ള ആൾക്കാരാണ് എക്സിക്യൂട്ടീവ്, ഭരണനിർവഹണം നടത്തുന്നവരാണ്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ CM ഉണ്ട്, CMന്റെ ക്യാബിനറ്റ് ഉണ്ട്, ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള ആൾക്കാർ, ഒരു വില്ലേജ് ഓഫീസിൽ ഒരു പ്യൂണ് വരെ അടക്കമുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ ഭരണനിർവഹണ വിഭാഗം CM ആൻഡ് ഹിസ് ടീം, മിനിസ്റ്റേഴ്സ് ആൻഡ് ചീഫ് മിനിസ്റ്റർ ആൻഡ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹിസ് ടീം, അവർ തിരഞ്ഞെടുക്കപ്പെടുന്നത് ലെജിസ്ലേച്ചറിൽ നിന്നാണ്. അതായത് നിയമനിർമ്മാണ സഭയിൽ നിന്നാണ്, അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ ഒരു ഓഫ് ഷൂട്ടാണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഭരണനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആൻഡ് ഹിയർ കംസ് ദ പോയിന്റ്, അക്കൗണ്ടബിലിറ്റി ഓഫ് മിനിസ്റ്റേഴ്സ്. മിനിസ്റ്റർ ഈസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. അതേപോലെ നമ്മൾ രാഷ്ട്രീയ ഇതിലൊക്കെ കേൾക്കുന്നു. അതുകൂടാതെ the ministers are accountable to the legislatures. Prime Minister Narendra Modi is first and foremost an MP, then he is Prime Minister. Pinarayi Vijayan, Mukhyamantri here, he is first and foremost an MLA, then he is a minister. So is the case with any Prime Minister or any Chief Minister or any minister for that matter. They are accountable to the people. Of course, they are accountable to the people, as we understand. Apart from that, they are accountable to the legislatures. അതാണ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റിന്റെ ഒരു നോട്ടബിൾ ഫീച്ചർ. പ്രൈം മിനിസ്റ്റർ ആൻഡ് പ്രിൻസിപ്പൽ മിനിസ്റ്റേഴ്സ്, ദെൻ റെസ്പോൺസിബിൾ ഗവൺമെന്റ്, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അതാണ് നമുക്ക് പിന്നെ രാജ്യസഭ, ലോക്സഭ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ 2 സഭകളുണ്ട്, MP-മാരുണ്ട്, നിയമനിർമ്മാതാക്കളുണ്ട്, അങ്ങനെയുള്ള പിന്നെ അതിൽ നിന്ന് വരുന്ന ഗവൺമെന്റ് ആണ്. അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ അതിന്റെ കൂടെ എഴുതിയത്. നമ്മൾ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. ബിക്കോസ് പാർലമെന്ററി സിസ്റ്റം, പ്രസിഡൻഷ്യൽ സിസ്റ്റം ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ 3ാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. ദ തേർഡ് പോയിന്റ് ഈസ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് റിജിഡ് എന്ന് പറഞ്ഞു? സാദിയ, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ അല്ലെ? റബ്ബർ ബാൻഡ് ഇസ് വെരി ഫ്ലെക്സിബിൾ. ഓൺ ദി കോൺട്രറി, ഒരു കമ്പിയാണെങ്കിൽ, ഒരു ഇരുമ്പിന്റെ ഒരു കമ്പിയാണെങ്കിൽ, സ്റ്റീൽ റൂൾ, ഇറ്റ്സ് വെരി റിജിഡ്. അത് നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ആ രീതിയിലാണ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കോണ്ടെക്സ്റ്റിലേക്ക് സാധ്യ പറഞ്ഞ പോലെ ആ ഒരു ഐഡിയ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആണോ റിജിഡ് ആണോ എന്നുള്ള രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുമോ, ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ആശയം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരേ സമയം തന്നെ ഇറ്റ് ഇസ് വെരി റിജിഡ് ആൻഡ് ഓൺ ദ കോൺട്രറി ഇറ്റ് ഇസ് ഫ്ലെക്സിബിൾ ഓൾസോ. ഒരു സാധനം തന്നെ ഒരേ സമയത്ത് തന്നെ ഫ്ലെക്സിബിളും റിജിഡും ആകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം മേ ബി യു വിൽ ഫീൽ ഇറ്റ് ആസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. നമുക്കതൊന്ന് നോക്കാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അമെൻഡ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട, സാധ്യം പറഞ്ഞ പോലെ അമെൻഡ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ നമുക്ക് ചില ഭാഗങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ, ചില ഭാഗങ്ങൾ, അതെല്ലാം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തില്ല. ചില ഭാഗങ്ങൾ മാറ്റണമെങ്കിൽ, അത് അമെൻഡ് ചെയ്യണമെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി. അതായത് ഒറ്റ വോട്ട് കൂടുതൽ MP-മാരാണ് ഇത് ചെയ്തത്, പാർലമെന്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ 49-50
49 പേര് എതിരായി വോട്ട് ചെയ്തു, 50 പേര് അനുകൂലമായി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സായി. വിച്ച് മീൻസ് ദാറ്റ് ആ പ്രൊവിഷൻസ് അങ്ങനെ ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് വെരി ഫ്ലെക്സിബിൾ. സോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറെ പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത്. പക്ഷെ എല്ലാ പ്രൊവിഷൻസും ഫ്ലെക്സിബിൾ അല്ല. അത് കഴിഞ്ഞ് കുറേയധികം പ്രൊവിഷൻസ്, ഏറ്റവും അധികം പ്രൊവിഷൻസ് അങ്ങനെയുള്ള പ്രൊവിഷൻസ് ആണ്. ആ പ്രൊവിഷൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 2/3 ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റി എന്ന് നമ്മൾ പറയും, പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം. അപ്പൊ അത് അത്രയും ഈസി ആയിട്ട് മാറ്റാൻ പറ്റില്ല. അത് സാധാരണ കൂടുതൽ പ്രാധാന്യമുള്ള പ്രൊവിഷൻസ് ആണ് അങ്ങനെ വരുന്നത്. അത്രയും ഈസി ആയിട്ട് മാറ്റാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ചേഞ്ച് ഇറ്റ്. പിന്നെ 3/2 ഭൂരിപക്ഷം ചേഞ്ച്. And yet another set of provisions, cluster of provisions, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊവിഷൻസ് ഉണ്ട്. അത് കൂടുതൽ പ്രാധാന്യമേറുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് അമെൻഡ് ചെയ്യാൻ ഇതിലും കൂടുതൽ വിഷയം. അതിന് 2/3 ഭൂരിപക്ഷം ഉണ്ടായാൽ മാത്രം പോരാ. അതുകൂടാതെ നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്, ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളിൽ പകുതിയിൽ കുറയാത്ത സ്റ്റേറ്റുകൾ അത് അത് സപ്പോർട്ട് ചെയ്തിരിക്കും, റാറ്റിഫൈ ചെയ്തിരിക്കും. അതിന് ഫോർ എക്സാമ്പിൾ നമ്മുടെ പിന്നെ GST ഒക്കെ പറഞ്ഞു. GST ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ ആയതുകൊണ്ട് തന്നെ GSTയുടെ പ്രൊവിഷൻസ് ഒക്കെ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3/2 ഭൂരിപക്ഷം വേണ്ടി മാത്രമല്ല, അതിന്റെ കൂടെ പിന്നെ പകുതിയിൽ കുറയാത്ത സ്റ്റേറ്റുകളുടെ സപ്പോർട്ടും ആവശ്യമുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസ് പ്രൊവിഷൻസ് ആണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന ബേസിക് സ്ട്രക്ചേഴ്സ് can not be basic structure principle. For example, secularism. For example, a parliamentary form of government. For example, democratic form of government. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ആ കാര്യങ്ങൾ ഒരിക്കലും മാറ്റിക്കളയാൻ അങ്ങനെ ഒരിക്കലും മാറ്റിക്കളയാൻ പറ്റാത്ത പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ചില പ്രൊവിഷൻസ് ഫ്ലെക്സിബിളേ അല്ല. ഇറ്റ്സ് ടു ടൈറ്റ് ആൻഡ് it's very rigid. On the contrary, on the other side of the spectrum, you have certain provisions which are very flexible, which I said in the initial, when I talked, I said in the initial discussion. About രണ്ട് തരം provisions ഉള്ളത് കൊണ്ടാണ് we say that it's a blend of rigidity and flexibility. Is the point clear? Clear on a point. If I can have a chat box the response ഉണ്ടെങ്കിൽ I'm happy. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ തന്നെയാണല്ലോ അല്ലേ? We can move on, right? Okay. പിന്നെ വരുന്നതാണ് ക്ലിയർ. ഫൈൻ, താങ്ക് യു ശ്രീദേവി. പിന്നെ വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ആർട്ടിക്കിൾസിന് നമ്മൾ അനുച്ഛേദം എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. യു മൈറ്റ് ഓൾറെഡി നോ ദാറ്റ്. അപ്പൊ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സും, ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ വശത്തുനിന്നുള്ളതാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രധാനമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനേഷനൊക്കെ അറിയാം. ആർട്ടിക്കിൾ 12 ഒക്കെ നമുക്കറിയാം. അതിനകത്ത് പിന്നെ ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, പിന്നെ കുറെ അധികം പബ്ലിക് അതോറിറ്റീസ് എല്ലാം വരും. നമുക്ക് മനസ്സിലാക്കാം, അതൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ അവരത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് എ പോസിബിലിറ്റി, യു ആസ് എ സിറ്റിസൺ, ഐ ആസ് എ സിറ്റിസൺ വിൽ ഹാവ് ദ പോസിബിലിറ്റി ടു എൻഫോഴ്സ് ഇറ്റ്. അങ്ങനെ എൻഫോഴ്സ് ചെയ്യാനുള്ള ആ സാധ്യതയെ ആണ് നമ്മൾ ജസ്റ്റീഷ്യബിലിറ്റി എന്ന് പറയുന്നത്. ബട്ട് അനീറ്റ നിർമ്മൽ മാമൻ, അനീറ്റ ഒന്ന് നേരിട്ട് പറയാമോ? ക്വസ്റ്റ്യൻ പറയാമോ? I can read it complete. അതൊന്ന് നേരിട്ട് പറയാമോ ക്വസ്റ്റ്യൻ? So that I'll just answer that question in the class. Anita. Sir. Yeah. Hello, sir. Yeah. The question is, if it is 2/3 majority which is needed, and if the opposition has less members, don't you think it can be gained easily, and thus an amendment? Yeah, it can be gained easily. You just look at what's happening in the parliament now, and you just read newspaper. You get all the information from the newspaper itself. ഇപ്പോഴത്തെ നിലയിൽ തന്നെ പലപ്പോഴും നമുക്ക് യു ഡോണ്ട് ഹാവ് ഒരു ഒപ്പോസിഷൻ എന്ന് വിളിക്കാൻ മാത്രമുള്ള പിന്നെ ഒരു പാർട്ടിയോ ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടികളോ നമുക്കില്ല ഇവിടെ പാർലമെന്റിന്റെ കാര്യത്തിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യത്തിൽ. അപ്പൊ ശരിക്കും ദേ ആർ നോട്ട് ഡെസിഗ്നേറ്റഡ് ഒപ്പോസിഷൻ.
അതുകൊണ്ട് തന്നെ 2 ഭൂരിപക്ഷം, മൂന്നിലൊന്ന് പിന്നെ സീറ്റുകൾ പോലും ഓപ്പോസിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭരിക്കുന്ന പാർട്ടിക്ക് പലപ്പോഴും പല കാര്യങ്ങളും ഈസിലി ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ തിയററ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ ജനാധിപത്യത്തില് ജനങ്ങളുടെ കൺസെന്റ് ഉള്ള ആൾക്കാരാണ് ഭരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ കൺസെന്റ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. പലപ്പോഴും അങ്ങനെ തന്നെ ആണെന്ന് നിർബന്ധമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി സ്പീക്കിംഗ്, ലീഗലി സ്പീക്കിംഗ് ഇറ്റ്സ് സോ. അപ്പൊ അനീറ്റയുടെ ഒരു അപ്രഹെൻഷൻ ഈസ് റൈറ്റ്, ഇറ്റ്സ് വെൽ ഫൗണ്ടഡ് ഓൾസോ. ബട്ട് തിയററ്റിക്കലി സ്പീക്കിംഗ് യെസ്, they will be able to push through their agenda in the form of legislation. Constitution മാറ്റാൻ പറ്റുമായിരിക്കും, സാധാരണ നിയമങ്ങളും ഉണ്ടാക്കാൻ പറ്റും. Yes. So I think my response will be all right. Is that all right? Yes, sir. Yes, sir. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റ്. അതിനാണ് നമ്മൾ ജസ്റ്റിഷ്യബിലിറ്റി, ജസ്റ്റിഫയബിലിറ്റി എന്നല്ല, ജസ്റ്റിഷ്യബിലിറ്റി എന്നുള്ള വാക്ക് ഒന്ന് ഫെമിലിയർ ആയിരിക്കണം. അത് ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തിട്ട് അത് നടപ്പിൽ വരുത്താൻ. എങ്ങനെയാണ് കേസ് കൊടുക്കുന്നത്? റിട്ട് പെറ്റീഷന്റെ രൂപത്തിലാണ് കേസ് കൊടുക്കുന്നത്. 5 തരം റിട്ട് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അത് ഫയൽ ചെയ്യാൻ പറ്റുന്നത് സുപ്രീം കോടതിയുടെ മുന്നിലാണെങ്കിൽ ആർട്ടിക്കിൾ 32, 226 പ്രകാരം ഹൈക്കോടതിയുടെ മുന്നിലും ഫയൽ ചെയ്യാം. ഈ കാര്യങ്ങളൊന്നും പറയാം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ് പ്രൊഹിബിഷൻ, ഓവർറൈഡ് ആൻഡ് സെഷർ, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട 5 തരം പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതും ഒരു സാലിയന്റ് ഫീച്ചർ. Moving on, I hope it's clear. Moving on, Directive Principles of State Policy, DPSP നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. അത് പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ആർട്ടിക്കിൾ 36 to 51. ഓക്കെ, ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റിഷ്യബിൾ അല്ല, which means that there is no possibility of filing a suit, filing a case and getting it enforced. Enforceability ഇല്ലാത്ത പ്രിൻസിപ്പിൾസ് ആണ് പാർട്ട് 4 ൽ, ആർട്ടിക്കിൾ 36 to 51. പക്ഷേ അത് വിചാരിച്ച് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. These are fundamental principles or directions to the government in the governance of the country. രാജ്യം ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ നിയമ നിർമ്മാതാക്കൾക്കും ഭരണകർത്താക്കൾക്കും കൊടുക്കുന്ന ഗൈഡൻസ് ആണ്, സത്യം പറയാം ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വായിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഐഡിയ കിട്ടും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, those principles which are fundamental in the state policy making. ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പാർട്ട് 4 ആണ്, ആർട്ടിക്കിൾ 36 to 51. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു ലീഗൽ ആയിട്ടുള്ള പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പോയിന്റ്, നോട്ട് ജസ്റ്റിഷ്യൻ. പെറ്റീഷൻ കൊടുത്തിട്ട് ഇത് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ദോസ് 2 points are also clear. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകുന്നു. അഡൽട്ട് സഫ്രേജ്. അഡൽട്ട് സഫ്രേജ് എന്നുള്ളതിന് ഒരൊറ്റ ഒരു സെന്റൻസ് മാത്രമേ പറയുള്ളൂ, പക്ഷേ ദാറ്റ് റിക്വയർസ് സം എക്സ്പ്ലനേഷൻ. യൂണിവേഴ്സൽ ആൻഡ് യൂണിഫോം അഡൽട്ട് സഫ്രേജ്. യൂണിവേഴ്സൽ യൂണിഫോം അഡൽട്ട് സഫ്രേജ്. അഡൽട്ട് സഫ്രേജ് എന്ന് പറഞ്ഞാൽ, സഫ്രേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വോട്ടെടുക്കാനുള്ള വോട്ട് ചെയ്യാനുള്ള അധികാരത്തെയാണ് അഡൽട്ട് സഫ്രേജ് എന്ന് പറയുന്നത്. അതായത് 18 വയസ്സായി കഴിഞ്ഞാൽ ഫർദർ ഒരു ചോദ്യമില്ല, പുരുഷനോ സ്ത്രീയാണോ, മൂന്നാം ലിംഗക്കാരനാണോ ലിംഗക്കാരിയാണോ എന്നുള്ള ചോദ്യങ്ങളില്ല. നിങ്ങളുടെ ജാതി ഏത്, മതം ഏത്, ലിംഗമേത്, വംശമേത്, ജനിച്ച സ്ഥലം ഏത്, ഇങ്ങനത്തെ ഒരു ചോദ്യമില്ല. There is no question as to religion, race, caste, sex, place of birth or anything of this sort. അങ്ങനത്തെ ഒരു ചോദ്യവുമില്ല. നിങ്ങൾക്ക് അഡൽട്ട്സ് 18 വയസ്സായിട്ടുണ്ടെങ്കിൽ യു ഹാവ് റൈറ്റ്. അതിനാണ് നമ്മൾ പിന്നെ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത്. യൂണിവേഴ്സൽ യൂണിഫോം, യൂണിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒരുപോലെ. അത് ദ്രൗപദി മുർമു, അവര് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അവര് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ആര് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരേ വാല്യൂ ആണ്. ഇത് നമ്മൾ മനസ്സിലാവണമെങ്കിൽ യു മേ ഹാവ് ടു ഗോ ഫോർ എ കമ്പാരിസൺ വിച്ച് യു മേ നോട്ട് ഡു നൗ. പലപ്പോഴും ഇംഗ്ലണ്ടിലാണെങ്കിലും ഇവിടെ ട്രാവൻകൂറിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവിടെ നികുതി കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇത്രയും സ്ഥലമുള്ള ആൾക്കാർ, അവർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ വോട്ടവകാശത്തിന്റെ വാല്യൂ, വോട്ടിന്റെ വാല്യൂ അവരുടെ അടുത്തുള്ള പൈസയുടെ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിലെ സ്റ്റേറ്റസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആണ്, നമുക്ക് അതിന് വില അറിയാം. പക്ഷേ നമുക്ക് ഇവിടെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് യൂണിവേഴ്സൽ, എല്ലാവർക്കുമുള്ള യൂണിഫോം ഒരേപോലെയുള്ള അഡൽട്ട് സഫ്രേജ്. 18 വയസ്സാണെന്നുള്ള ഒരു കണ്ടീഷൻ. 18 വയസ്സായി കഴിഞ്ഞാൽ there is no further question.
സാക്ഷരത ഉണ്ടോ എന്നുള്ള ചോദ്യമില്ല, ഒന്നുമില്ല. നത്തിങ് വിൽ ബി ആസ്ക്ഡ്. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ്. അതൊരു സാലിയൻ ഫീച്ചറാണ്. പലപ്പോഴും നമുക്കത് മനസ്സിലാവണമെങ്കിൽ ഇപ്പം കുവൈറ്റിലൊക്കെ തന്നെ സ്ത്രീകൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ജെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ്. മേ ബി ഒരു 10-15 വർഷമായിട്ടുള്ളൂ നിയർ ഹിസ്റ്ററി. അപ്പൊ ആ രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാഴ്ചയാണുള്ളത്, നിയമവാഴ്ചയാണുള്ളത്, റൂൾ ഓഫ് ലോ. അപ്പൊ റൂൾ ഓഫ് ലോ എൻഷുർ ചെയ്യണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പുസ്തകമാണ്, അതൊരു എന്താണ് ജീവനില്ലാത്ത വസ്തു. അത് വന്നിട്ട് പറയില്ല ഇങ്ങനെയാണ് ഭരിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഭരിക്കേണ്ടത് പറയുന്നു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി സംസാരിക്കുന്ന ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആരാണ്? ജുഡീഷ്യറിയാണ്. അപ്പോ ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു നിയമവാഴ്ച ഉറപ്പാക്കണം. എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആവുന്നത്? ഇൻഡിപെൻഡന്റ് ആവുന്ന 2-3 പോയിന്റ്സ് ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റി. ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റിയോട് ഒരു എന്താ പറയാ ഒരു ആഭിമുഖ്യം ഉണ്ടാവുമെന്നാണ് സ്വാഭാവികം. അതുപോലെ തന്നെ എന്റെ ഈ ജോലിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ അധികാരമുള്ള ഒരാളോട് ആഭിമുഖ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എനിക്ക് ബയസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു സ്വാഭാവികം. അല്ലെങ്കിൽ എന്റെ സാലറി തരുന്ന ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഡിപ്പെൻഡൻസ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ഇത് ജുഡീഷ്യറിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ, എസ്പെഷ്യലി ദ ഹയർ കോർട്ട്, ഹൈക്കോടതി ആൻഡ് സുപ്രീം കോർട്ടിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ജുഡീഷ്യറി തന്നെയാണ്. ആർട്ടിക്കിൾ 124 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് നൗ വി ഹാവ് എ കൊളീജിയൻ സിസ്റ്റം. എന്താണ് കൊളീജിയൻ സിസ്റ്റം? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും ഏറ്റവും സീനിയർ ആയിട്ടുള്ള 3-4 ജഡ്ജസും കൂടി ഇരുന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ആര് ജഡ്ജാവണം, ആര് ജഡ്ജ് ആവണ്ടേ, എന്താണ് മാനദണ്ഡം, അവരെ കുറിച്ചുള്ള അന്വേഷണം, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ കൊളീജിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം. കൊളീജിയൻ സിസ്റ്റത്തിന് കുറെ ക്രിറ്റിസിസംസ് ഒക്കെ ഉണ്ട് തൽക്കാലം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കൊളീജിയൻ സിസ്റ്റമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യത്തിൽ അവർ മറ്റാരെയും പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞ പ്രൊസീഡിങ് പറയുന്നുണ്ടെങ്കിൽ പോലും 10-75 വർഷമായി, 80 വർഷത്തിന്റെ താഴെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതുവരെയും അങ്ങനെ ഒരു ഇംപീച്ച്മെന്റിന്റെ ഒരു ഇൻസിഡൻസ് പോലും വന്നിട്ടില്ല. ചില ഇംപീച്ച്മെന്റ് ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും സക്സസ്ഫുൾ ആവുകയും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു പേരിനൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പോലും സാധാരണ രീതിയിൽ ഒരു ജഡ്ജ് തുടരണമോ വേണ്ടണയോ തീരുമാനിക്കുന്നത് ആ ജുഡീഷ്യറി തന്നെയാണ്. അഗെയിൻ അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റാരെയും പേടിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് പോകും. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ജഡ്ജിമാരുടെ സാലറി, മറ്റുള്ള കാര്യം. സാലറിയുടെ കാര്യത്തിൽ അത് പറയുന്ന പറഞ്ഞാൽ the salary and other allowances of judges of Supreme Court and High Court will be charged. I would emphasize the word charge. Charge or the consolidated fund of it. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഒരു ഇന്ത്യയുടെ അക്കൗണ്ട് ആണെന്ന് വിചാരിച്ചു. ഇന്ത്യയിൽ നിന്ന് GST ആയിട്ടും പല രീതിയിൽ കുറെ പൈസ നമ്മൾ പിരിക്കുന്നത്, അതെല്ലാം കൂടി ഒരു അക്കൗണ്ടിൽ ഇടുകയാണെന്ന് വിചാരിച്ചോളൂ. ദാറ്റ്സ് എ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ ബജറ്റ് ഒക്കെ പാസ്സാക്കിയിട്ട് പൈസ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ബഡ്ജറ്റ് അലോക്കേഷൻ വരണമെങ്കിൽ അത് ബഡ്ജറ്റിന്റെ സമയത്ത് ഡിസ്കസ് ചെയ്യുകയും അത് പാർട്ടിക്ക് തോന്നുകയും അല്ലെങ്കിൽ മിനിസ്റ്റർക്ക് തോന്നുകയും ചെയ്തിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തോന്നി കഴിഞ്ഞാലാണ് സാധാരണ പൈസ കിട്ടും. അപ്പോ സുപ്രീം കോടതി ജഡ്ജസിന്റെയും ഹൈക്കോടതി ജഡ്ജസിന്റെയും സാലറി ആൻഡ് അലവൻസ് ഹൈക്കോടതി തീരുമാനിക്കുന്നത് പാർലമെന്റ് അല്ല തീരുമാനിക്കുന്നത്. അത് അവർക്ക് വേണം ഡിസ്കസ് ചെയ്യാം. പക്ഷേ അവർക്ക് തീർച്ചയായിട്ടും ആ പൈസ കൊടുത്തിരിക്കണം. അത് കൊടുക്കുന്ന കാര്യത്തിൽ മന്ത്രിമാർക്കോ പാർലമെന്റിനോ മറ്റാർക്കും ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ല. അവരുടെ വിവേചനാധികാരം ഉപയോഗിക്കാൻ പറ്റില്ല. That should be given. So അങ്ങനെ സാലറിയുടെ കാര്യത്തിലും ഒരു വ്യത്യാസവും വരുത്താനുള്ള അധികാരം പാർട്ടികൾക്കോ പാർലമെന്റിനോ എക്സിക്യൂട്ടീവിനോ ഇല്ല. Again, it will ensure independence of judiciary. എന്തിനാണ് independence of judiciary ensure ചെയ്യുന്നത്? That is for the purpose of ensuring rule of law as per the constitution. Is the point clear? Is the point clear? No response? Clear അല്ലേ? ഞാൻ ഒന്നുകൂടി പറയണോ? Sir, point is very clear, but the issue is this independency is illusionary. No, the appointment of judges should be approved by the government, and the judges they eye for better posting after retirement. Then how can they be so independent? Definitely, നമ്മളിപ്പം ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് ഞാൻ അധികം ഇതിലേക്ക് പോയില്ല എന്നുള്ളൂ, HTSലേക്ക് പോയില്ല എന്നുള്ളൂ. പക്ഷെ ഐ ഷുഡ് ആൻസർ ദിസ്. നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം പ്രധാനപ്പെട്ട പൊസിഷൻസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള റൂൾസ് ഒക്കെ ഉണ്ട്.
എങ്കിൽ പോലും നമുക്ക് കാണാവുന്നത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് വാലിഡ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് മുഴുവനായിട്ട് വാലിഡ് ആണെന്ന് ഞാൻ പറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ നമ്മൾ കാണുന്ന ഒരു ലിസ്റ്റ് അയക്കാം, ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ് ഗവൺമെന്റിന് അയക്കും. ഗവൺമെന്റിന് അയച്ചിട്ട് ഗവൺമെന്റിന് അത് റീകൺസിഡർ ചെയ്യാൻ പറയാം. ഗവൺമെന്റ് അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഗവൺമെന്റ് ക്യാൻ സെൻഡ് ഇറ്റ് ബാക്ക്. വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. പക്ഷേ രണ്ടാമതും ജുഡീഷ്യറിയുടെ കൊളീജിയം ഒന്നും കൂടി അത് അപ്രൂവ് ചെയ്ത് ഒന്നുകൂടി കൺസിഡർ ചെയ്ത് അവർ വീണ്ടും അത് അപ്രൂവ് ചെയ്ത് വീണ്ടും അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹാസ് ടു അപ്രൂവ് ഇറ്റ്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ദ ഫൈനൽ സ്റ്റിക്ക് ഇസ് സ്റ്റിൽ വിത്ത് ദ ജുഡീഷ്യറി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പം കുറച്ച് ചില കാര്യങ്ങൾ ഡൈല്യൂഷൻ ഉണ്ട്, പ്രാക്ടിക്കലി അങ്ങനെ തന്നെയാണോ നടക്കുന്നുള്ള ചോദ്യങ്ങളുണ്ട്. ബട്ട് വി മെ നോട്ട് ഗോ ഫോർ സച്ച് കൈൻഡ് ഓഫ് എ ഡിസ്കഷൻ റൈറ്റ് നൗ ഫോർ ഒബ്വിയസ് റീസൺസ് ബിക്കോസ് വി ഹാവ് ടൈം ഇസ് സ്കാൻഡ്. അപ്പോ താങ്കൾ പറഞ്ഞ പോയിന്റ് ഞാൻ മുഴുവൻ തള്ളിക്കളയല്ല, പക്ഷെ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ, മൈ റെസ്പോൺസ് ടു ദാറ്റ് ഇസ് ദിസ്. ഐ ഹോപ്പ് ദാറ്റ്സ് ഓക്കെ അല്ലേ? ഇസ് ദാറ്റ് ഫൈൻ? Yes, sir. Okay, let's move on. Let's move to the 8th point. Next point. Yes, secularism. Secularism എന്ന് പറയുമ്പോൾ നമ്മള് മതമില്ലാത്തൊരവസ്ഥയാണ് മതേതരത്വം. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരെണ്ണം എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ, അതല്ല ശരിയായിട്ടുള്ള വാക്ക്, മതനിരപേക്ഷത എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം നമുക്ക് റിലീജിയൻസ് ഉണ്ട്. റിലീജിയൻസിന് പക്ഷെ ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. എല്ലാ റിലീജിയനും ഒരേ സ്റ്റേറ്റസ്, ഇക്വിറ്റബിൾ സ്റ്റേറ്റസ് ആണ്. ലിബർട്ടി, നമുക്ക് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് ലിബർട്ടി ഓഫ് ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. Then you can also see that conscience and right to profess, practice and propagate religion. That's also given. അപ്പൊ റിലീജിയൻ ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒഫീഷ്യൽ ആയിട്ട് ഒരു റിലീജിയൻ ഇല്ല. മറ്റു പല രാജ്യങ്ങളും ഒഫീഷ്യൽ റിലീജിയന്റെ ഭാഗമാണെങ്കിൽ അതിന് സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇന്ത്യ ഹാസ് നോട്ട് ഗോൺ ഫോർ എനി സ്പെഷ്യൽ പെർട്ടിക്കുലർ റിലീജിയൻ. ആ കാര്യത്തില് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെരി മാഗ്നാനിമസ് ആണെന്ന് തന്നെ പറയാം. സോ സെക്യുലറിസം ഇസ് എ ഹോൾ മാർക്ക് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ അതൊരു ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് SR Bomme വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറയുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് നിങ്ങൾ കാണുമെങ്കിൽ അത് Article 28 ആണ്. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് ഒരു പാരഗ്രാഫിന്റെ സെക്യുലറിസവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, മൂവിങ് ടു സിംഗിൾ സിറ്റിസൺഷിപ്പ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഞാൻ ഐഡിയ പറഞ്ഞു. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇൻ കൺട്രീസ് ലൈക്ക് USA തുടങ്ങിയ, പിന്നെ ഫോർ എക്സാമ്പിൾ USA, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം രണ്ട് സിറ്റിസൺഷിപ്പ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യു ആർ എ സിറ്റിസൺ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ദെൻ യു ആർ എ സിറ്റിസൺ ഓഫ് പെൻസിൽവാനിയ, യു ആർ എ സിറ്റിസൺ ഓഫ് ന്യൂയോർക്ക്. അപ്പൊ ആ സംസ്ഥാനത്തെ പബ്ലിക് ജോലികളിലും മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ സംസ്ഥാനത്ത് ഒരു അഡ്വാൻറ്റേജ്, പ്രിഫറൻസ് ഉണ്ട്. യു ഹാവ് സർട്ടൻ അഡ്വാൻറ്റേജസ് അറ്റാച്ച്ഡ് ടു യുവർ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഓൾസോ. അപ്പൊ അമേരിക്കയിലൊക്കെ ഉള്ള നമുക്ക് പറയുകയാണെങ്കിൽ നാഷണൽ സിറ്റിസൺഷിപ്പ് ആൻഡ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഓർ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളത്. ബട്ട് ഇൻ ഇന്ത്യ നോട്ടബിളി യു ഹാവ് ജസ്റ്റ് വൺ സിറ്റിസൺഷിപ്പ്, ദാറ്റ് ഈസ് നാഷണൽ സിറ്റിസൺഷിപ്പ്, ദാറ്റ് ഈസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. സിറ്റിസൺ ഓഫ് കേരള ഇല്ല, സിറ്റിസൺഷിപ്പ് ഓഫ് തമിഴ്നാടും ഇല്ല, സിറ്റിസൺ ഓഫ് ആസാമും മേഘാലയയും ഇല്ല. അതുകൊണ്ട് തന്നെ യു ഹാവ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആൻഡ് ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി the citizenship of India, and that is a hallmark of Indian Constitution. That is point number 9. Moving on further, fundamental duties. Fundamental duties എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇല്ലാതിരുന്നാണ്, ഞാൻ മെൻഷൻ ചെയ്തു, നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അത് ആഡഡ് ബൈ 42nd Amendment in 1976. 1976 അത് എഴുതി ചേർത്തത്. അത് 10 in numbers. Now it is increased to 11 numbers ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയാവുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിരിക്കുക, നാഷണൽ ആന്തം, നാഷണൽ പിന്നെ ഇതായിട്ടുള്ള കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യുക, അതിനെ ധിക്കരിക്കാതിരിക്കുക, സയന്റിഫിക് ചെമ്പർ ഉണ്ടാവുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയാം. രോമാഞ്ചജനകമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. The first and the most important drawback is this is not enforced. Citizensനെതിരെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, not justiciable. That's an important point you, I think, should be keeping in mind while going for examination. Is that okay? Or the ഈ പറഞ്ഞ 10 പോയിന്റും ക്ലിയർ ആണോ? Yes or no? ഏതെങ്കിലും പോയിന്റിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ right now I am ready for that. ആർക്കും ചോദിക്കും.
എസ് തന്ന ആൾക്കാരുടെ എസ്സും മറ്റുള്ളവരുടെ മൗനവും സമ്മതമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഐ വിൽ മൂവ് ഓൺ. ഓക്കെ, വിൽ മൂവ് ടു ദി 11th point. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഇതൊക്കെയാണ്. Lengthiest constitution, parliamentary form of government, blend of rigidity and flexibility, fundamental rights, directives and principles of state policy, adult suffrage, independent judiciary, secularism, citizenship, single citizenship, and fundamental duties. There is yet another one to go. There is 11th one, last one, and an important one also. The question is, what's the nature of Indian Constitution? What's the nature of Indian Constitution? അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഇതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ആണോ? ഓഡിയോ ഇഷ്യൂ ഉണ്ട് സർ. ഒന്നാണ്, ഐ എം സോറി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ആണോ അതോ യൂണിറ്ററി ആണോ? ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഐക്യനാടുകൾ പോലെയുള്ള ഒരു രാജ്യത്തുള്ളത് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓസ്ട്രേലിയ ഇസ് അനദർ ഗുഡ് എക്സാമ്പിൾ. മറ്റൊരു വസ്തു പറയുകയാണെങ്കിൽ നമുക്ക് യൂണിറ്ററി ഗവൺമെന്റുകൾക്കുള്ള എക്സാമ്പിൾസ് UK, United Kingdom, Great Britain is an example for unitary type of government. അവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റോ ഇല്ല, ഒരു സെൻട്രൽ ഗവൺമെന്റ് മാത്രമാണ്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ളതാണെന്നാണ് ചോദ്യം. ഫെഡറൽ ആണോ യൂണിറ്ററി ആണോ എന്നുള്ള രീതിയിലൊരു ചോദ്യം. അപ്പൊ നമ്മള് whether the constitution of India is federal nature ആണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ is the constitution of India federal? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടുപേരും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഫെഡറൽ ആണോ അല്ലയോ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്താണ് ഈ ഫെഡറൽ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുഖമുദ്രകളാണ് നമ്മളൊരു 4-5 പോയിന്റ് ജസ്റ്റ് ബ്രീഫ്ലി പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. അപ്പൊ പവർ ഈ രണ്ട് അധികാര സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമാണ്. അവർ തമ്മിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടു. സോ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ഓർ എമംഗ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് ദി സെൻട്രൽ ഗവൺമെന്റ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ, ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തും ഉണ്ടെന്ന് നമുക്ക് കാണാം. നെക്സ്റ്റ് വൺ ഇസ് സുപ്രമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിൽ ഏതാണ് ഏറ്റവും സുപ്രീം അതോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് പാർലമെന്റ്, ദാറ്റ് ഇസ് നോട്ട് പ്രസിഡന്റ്, ദാറ്റ് ഇസ് നോട്ട് എക്സിക്യൂട്ടീവ്, ദാറ്റ് ഇസ് നോട്ട് സുപ്രീം കോർട്ട് ഓൾസോ. പിന്നെ എന്താണ് ഏറ്റവും സുപ്രീം ആയിട്ടുള്ളത്? നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുപ്രീം ആയിട്ടുള്ളത് ഈ സുപ്രീം കോടതിയും ഈ പ്രസിഡന്റും ഈ പാർലമെന്റും ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉള്ളത് എന്തുകൊണ്ടാണ്? അതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതുകൊണ്ടാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ അതോറിറ്റി ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ സുപ്രമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഓഫ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഇന്ത്യയിലും ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വരുന്നത് എന്താണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സാധാരണ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നമുക്ക് കാണാം. എന്താണ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഉള്ളതുകൊണ്ടും അതേ തമ്മിലുള്ള പവറിന്റെ വിഭജനം ഉള്ളതുകൊണ്ടും അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആയിട്ട് കാര്യങ്ങൾ എഴുതി വെക്കേണ്ട വരുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എഴുതി താന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. എഴുതി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ജുഡീഷ്യറി അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ കൂടി. സോ സാധാരണ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ബ്രിട്ടനിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബ്രിട്ടനിലൊക്കെ അലിഖിതമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ സാധാരണ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി ഹാവ് ദ lengthiest written constitution in the world. So we are complying with the third requirement as well. പിന്നെ എന്താണുള്ളത്? റിജിഡിറ്റി. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ? നമ്മൾ ആ പോയിന്റ് ഓൾറെഡി നോക്കിയതാണ്. സോ വി മേ നോട്ട് റിക്വയർ മച്ച് ഫോർ ഡിസ്കഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആണിക്കല്ലുകൾ, അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ്, ഒരു ബേസിക് സ്ട്രക്ചർ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽസ് എല്ലാം വളരെ റിജിഡ് ആണ്. ഒന്നുകിൽ അത് ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അമെൻഡ് ചെയ്യണമെങ്കിൽ 2/3 മെജോറിറ്റി ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ ഹാഫ് ദ സ്റ്റേറ്റ് എങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് വേ ദി ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ദ മെയിൻ പില്ലേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർ വെരി റിജിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് പോയിന്റ് ഈസ് ഓൾസോ കംപ്ലൈഡ്. So the last point, as far as federal constitution is concerned, authority of courts. Authority of courts എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, നമ്മളെ പോലെയൊക്കെ LLB മാത്രം പഠിച്ചു പോയിട്ടുള്ള 2 ജഡ്ജിമാർ, ഒരു ജഡ്ജിക്ക് ഇരുന്നിട്ടാണ് 750 MP ലോക്സഭയുടെയും രാജ്യസഭയുടെയും MP ഇരുന്നിട്ട് പാസ്സാക്കുന്ന പല നിയമങ്ങളും
അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട് എടുത്തു കളയുന്നത്. കാരണം ജുഡീഷ്യറി ഇസ് വെരി പവർഫുൾ ഇൻ ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ജുഡീഷ്യറി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ജുഡീഷ്യറി സംസാരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ സംസാരിക്കുന്നതിന് തുല്യമാണ്. എപ്പോഴും അല്ല, സിവിൽ അപ്പീലും ക്രിമിനൽ അപ്പീലും ഒന്നും അങ്ങനെയൊന്നും ആവുന്നില്ല. പക്ഷെ റിട്ട് പെറ്റീഷൻസിന്റെ കാര്യങ്ങളൊക്കെ when judiciary speaks, it's as good as saying that the constitution is speaking to the world, to the nation. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോർട്സ് വളരെ പവർഫുൾ ആണ്. പ്രായോഗികമായിട്ടും പലപ്പോഴും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളും കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പറയുന്നത് the most respected courts in the world include even Indian courts. Indian Supreme Court അടക്കമുള്ള കോടതികളാണ് ഏറ്റവും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന, ഏറ്റവും പവർ അല്ലെങ്കിൽ റെസ്പെക്ട് കമാൻഡ് ചെയ്യുന്ന കോടതികൾ എന്ന് പറയാം. So what you get to say is, what you get to understand is this: all the five features of a constitution or നമ്മുടെ Indian constitution or federal constitution നമ്മൾ കംപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? What can we say? നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ആ പോയിന്റ് ഞാൻ പോകുന്നില്ല. What can we say? We can say that Indian constitution is Indian constitution is federal constitution. പക്ഷെ നമുക്ക് അത്ര ഈസി ആയിട്ടൊരു യെസ് ശരി എന്ന് പറയാൻ കുറച്ച് വിഷമമാണ്. എന്താണ് വിഷമം? ഒരു ബട്ട് അവിടെയുണ്ട്, ഒരു പക്ഷേ. പല കാര്യങ്ങളിലും ഉണ്ടാവുന്ന പോലെ ഒരു പക്ഷേ അവിടെയുണ്ട്. എന്താണ് ആ പക്ഷേ? ചില കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ആണോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ സംശയം ജനിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരും ചില ആൾക്കാരുണ്ട്. അവര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിളിക്കുന്നത് ക്വാസി ഫെഡറൽ. ക്വാസി എന്ന് പറഞ്ഞാൽ ഒരു സെമി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 100% അങ്ങനെയല്ല, ഒരു ഡൈല്യൂഷൻ നമുക്ക് അവിടെ. ചിലവർ പറയുന്നത് യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ഫെഡറൽ ഫീച്ചേഴ്സ്, കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കുറച്ച് ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രം എന്നുള്ളതാണ് ചിലർ പറയുന്നത്. ചിലവർ പറയുന്നത് ഫെഡറൽ ആണ് പക്ഷെ യൂണിറ്ററി ഫീച്ചേഴ്സും കൂടി ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമുണ്ട്: ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് പ്യോർലി ഫെഡറൽ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അത് എന്തുകൊണ്ടാണ്, ഈ KC Bear ഒരാളുടെ പേരാണ്, KC Bear, ജെനിങ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ they all opine that Indian constitution is not purely federal constitution for some of the reasons. അതെന്താണ് റീസൺസ് നമുക്ക് നോക്കാം. അതും കൂടെ നമ്മൾ പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ എഴുതുന്നത് you will be able to score marks if your answer includes that one as well. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നോക്കാം. എന്തൊക്കെയാണ് പ്രൊവിഷൻസ് നോക്കാം. ഒന്നെന്നാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് അവിടെ പിന്നെ സ്ക്രീനിലുണ്ട്. സ്ക്രീൻ കാണാലോ അല്ലെ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ എന്താണ്? ഈ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണറുമായിട്ട് ഇത്ര വലിയ പ്രശ്നമുണ്ടോ? അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവർണർ ഈസ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ആ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. PM-ന്റെ റെക്കമെൻഡേഷനിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ റെക്കമെൻഡേഷനിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് വെരി മച്ച് പാർട്ട് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് റിമൂവ് ചെയ്യാൻ പവറുള്ള, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള, ചോദിച്ചാൽ അങ്ങോട്ടാണ് ആൻസർ പറയുന്നത്, അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഗവർണറാണ് ഓരോ സ്റ്റേറ്റിലും. വിച്ച് മീൻസ് ദാറ്റ് there is a dilution in the principle of federalism. ഫെഡറലിസം പ്രകാരമാണെങ്കിൽ അത് സ്റ്റേറ്റ് തീരുമാനിക്കേണ്ട കാര്യം, ഇവിടെ തീരുമാനിക്കുന്നത് സെൻട്രൽ ആണ്. ഓക്കെ, ദാറ്റ്സ് വൺ ഓഫ് ദ പോയിന്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് പ്രസിഡന്റ്സ് പവർ ടു വീറ്റോ സ്റ്റേറ്റ് ലോസ്. സ്റ്റേറ്റിന്റെ നിയമങ്ങളെ വീറ്റോ ചെയ്യാൻ, അതായത് പാസ്സാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പവർ പ്രസിഡന്റിൽ പലപ്പോഴും നിക്ഷിപ്തം. ആർട്ടിക്കിൾ 200-ഉം ആർട്ടിക്കിൾ 288-ലും എപ്പോഴൊക്കെയാണെന്നൊക്കെ പറയുന്നത്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെഫറൻസ് കേരള എഡ്യൂക്കേഷൻ ബിൽ. കേരള എഡ്യൂക്കേഷൻ ബിൽ എന്ന് പറഞ്ഞൊരു ബില്ല് പണ്ട് പാസ്സാക്കിയിട്ടുണ്ട്. ആ ബില്ല് പാസ്സാക്കിയ സമയത്ത് അത് ഈ പറഞ്ഞ ലിസ്റ്റിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ സെൻഡ് ദാറ്റ് ടു പ്രസിഡന്റ്. ഇത് ഞാൻ നോക്കേണ്ട കാര്യമല്ല, ഇത് പ്രസിഡന്റും കൂടി അറിയേണ്ട ഒരു കാര്യമാണ്, മറ്റു സ്റ്റേറ്റുകളെ സംബന്ധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതി അതൊരു ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നെ പ്രസിഡന്റിന് അയക്കുകയും അത് പ്രസിഡന്റ് പാസ്സാക്കണമോ വേണ്ടിയോ അല്ലെങ്കിൽ അതിന് അസന്റ് കൊടുക്കണമോ വേണ്ടിയോ തീരുമാനിക്കുന്ന പ്രസിഡന്റാണ്. അഗെയിൻ വാട്ട് യു ഗെറ്റ് ടു സേ ഇസ്, നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റുകൾ 3 ഉണ്ടെങ്കിൽ പോലും, ഷെഡ്യൂൾ പട്ടിക 7 പ്രകാരം 3 ഷെഡ്യൂളുകൾ ഉണ്ടെങ്കിൽ പോലും സാധാരണ രീതിയിൽ സ്റ്റേറ്റ് ലിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിനും അല്ലെങ്കിൽ പ്രസിഡന്റിന് ഇടപെടാം. അഗെയിൻ നമുക്ക് കാണാവുന്നത് there is a dilution in the principle of federalism. Pure federalism നിന്നും കാര്യങ്ങൾ താഴോട്ട് പോരുന്ന രീതി, അല്ലെങ്കിൽ കേന്ദ്രത്തിന് കൂടുതൽ ശക്തി കിട്ടുന്ന ഒരു പോക്ക് നമുക്ക് ദർശിക്കാൻ കഴിയും. ഓക്കെ,
നമ്മൾ ഇനി മുന്നോട്ട് പോവാണ്. പാർലമെന്റ്സ് പവർ ടു ലെജിസ്ലേറ്റ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ്. ഒരു രാജ്യ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ തലയിടാൻ കൈയിടാൻ അധികാരം പ്രകടിപ്പിക്കാൻ പലപ്പോഴും പാർലമെന്റിന് പറ്റും. ഇതുപോലെയുള്ള എല്ലാ എക്സാമ്പിൾസും ഞാൻ പറയുന്നില്ല. ഒരു എക്സാമ്പിൾ, ഒരു ട്രീറ്റി നമ്മൾ ഏർപ്പെട്ടു. ട്രീറ്റി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലോ പ്രകാരം വരുന്ന നമുക്കറിയാം, ഇന്ത്യയും മറ്റൊരു രാജ്യവുമായി ഒരു ട്രീറ്റി ഉണ്ടായി. ആ ട്രീറ്റി നടപ്പിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 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 നിയമം ആവശ്യമെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന രീതിയിലാണെങ്കിൽ പോലും, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളിൽ ഇടപെടുന്ന രീതിയിലാണെങ്കിൽ പോലും അത് പാർലമെന്റ് പാസ്സാക്കാം. ദാറ്റ് ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾസ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. യു മേ പ്ലീസ് നോട്ട് ദാറ്റ്. ബട്ട് ദിസ് ഇസ് വൺ ഓഫ് ദി എക്സാമ്പിൾസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഗൈൻ സെൻട്രലിന് പവർ കൂടുതൽ കിട്ടുകയും സ്റ്റേറ്റിന്റെ പവർ പലപ്പോഴും കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വരുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ 50 സ്റ്റേറ്റുകളാണുള്ളത്. 50 സ്റ്റേറ്റുകൾ 50 സ്റ്റേറ്റുകളായിട്ട് തന്നെ നിലനിൽക്കാം. കാരണം ആ സ്റ്റേറ്റുകൾക്ക് അഖണ്ഡതയുണ്ട്. അതിന്റെ ഭൂപ്രകൃതി മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. ഫെഡറൽ സെൻട്രൽ ഗവൺമെന്റ് പോലും പറ്റില്ല. മറിച്ച് ഇന്ത്യയിലെ സ്ഥിതി എന്താണ്? ഞാൻ സാമൂഹ്യ പാഠം പഠിക്കുന്ന ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 21 സംസ്ഥാനങ്ങളായിരുന്നു. അതിനുശേഷം ഒരു കാലത്ത് അത് 29 സംസ്ഥാനങ്ങളായി. അപ്പൊ അത് 28 സംസ്ഥാനമായിക്കോട്ടെ. അതുകൂടാതെ യൂണിയൻ ടെറിട്ടറീസ് വരെ പറയും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറാൻ പറ്റും. നമ്മൾ ആർട്ടിക്കിൾ 2 and 3 കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 2 and 3 നോക്കുകയാണെങ്കിൽ പുതിയ സ്റ്റേറ്റുകളെ ഉണ്ടാക്കാൻ, സ്റ്റേറ്റുകളുടെ പേര് മാറ്റാനും സ്റ്റേറ്റിന്റെ ബൗണ്ടറീസ് മാറ്റാനും സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. സത്യം പറയുകയാണെങ്കിൽ സ്റ്റേറ്റുകൾ നിലനിൽക്കുന്നത് പാർലമെന്റിന്റെ സ്വീറ്റ് വില്ലിൽ മാത്രം. പാർലമെന്റിന് തോന്നുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് തോന്നുന്ന രീതിയിൽ തന്നെ സ്റ്റേറ്റുകളെ എടുത്തു കളയാനും മാറ്റാനും, പിന്നെ യൂണിയൻ ഇപ്പൊ കാശ്മീരിന്റെ കാര്യം തന്നെ ലേറ്റസ്റ്റ് എക്സാം, കാശ്മീരിനെ രണ്ടായി മുറിച്ച് യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റി, സ്റ്റേറ്റ് പോലും അല്ലാതാക്കി മാറ്റി. അതിന് പ്രത്യേകിച്ച് സ്റ്റേറ്റിന്റെ ഒരു എന്താണ് പെർമിഷന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്, ആർട്ടിക്കിൾ 2 and 3. അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് വളരെയധികം പവർ കൊടുക്കുകയും സ്റ്റേറ്റിനെ വളരെയധികം അണ്ടർമൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അത് തന്നെ ഈ ഫെഡറൽ പ്രിൻസിപ്പിൾ എന്നുള്ള ഒരു ഡീവിയേഷൻ ആയിട്ട് നമ്മൾ വിചാരിക്കും. ആൻഡ് ദ ലാസ്റ്റ് പ്രൊവിഷൻ ഓൺ ദിസ് പോയിന്റ്, ഈ ഒരു പോയിന്റിലുള്ള ലാസ്റ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എമർജൻസി പ്രൊവിഷൻസ്. എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി 1975 പ്രഖ്യാപിച്ചത് മാത്രമല്ല, സാധാരണഗതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പിരിച്ചുവിടുന്നു. കേരളത്തിലും അങ്ങനെ പിരിച്ചുവിട്ടു. സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പിരിച്ചുവിടുന്നതും അടിയന്തരാവസ്ഥയാണ് നമുക്ക് വിചാരിക്കും. അപ്പൊ അത് അടിയന്തരാവസ്ഥ ആർക്കാണ് പ്രഖ്യാപിക്കാൻ വരുന്നത്? ആർട്ടിക്കിൾ 356 പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിനെയും പിരിച്ചുവിടാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനെയും സ്റ്റേറ്റിലെ ലെജിസ്ലേച്ചറിനെയും പിരിച്ചുവിടാനുള്ള അധികാരം പാർലമെന്റിലും പ്രസിഡന്റിലും നിക്ഷിപ്തമാണ്, എക്സിക്യൂട്ടീവിലൊക്കെ നിക്ഷിപ്തമാണ്. അഗൈൻ നമുക്ക് കാണാവുന്നത് there is a great dilution of federal principles. സ്റ്റേറ്റിന്റെ അഖണ്ഡത, സ്റ്റേറ്റിന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് കാണാവുന്ന പറഞ്ഞാൽ ഇത് ഫെഡറൽ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ 5 ഫീച്ചേഴ്സും കണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്ന കുറേയധികം പോയിന്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത്. മേ ബി ദാറ്റ് ഇസ് ദ റീസൺ വൈ. അതുകൊണ്ടായിരിക്കാം നമ്മുടെ KC വെയർ എന്ന് പറയുന്ന ഒരാള്, അല്ലെങ്കിൽ ജെനിങ്സ് എന്ന് പറയുന്ന മറ്റൊരാള് ഒക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്വാസി ഫെഡറൽ എന്നൊക്കെ പറഞ്ഞു. സോ വിത്ത് ദാറ്റ് വി വുഡ് കൺക്ലൂഡ് ദാറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് സെൻട്രലൈസിങ് ടെൻഡൻസീസ്. ഒരു എമർജൻസി ഇല്ലെങ്കിൽ കേരളമായിട്ടും പിന്നെ ഇന്ത്യയായിട്ടും തന്നെ തുടരും. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സെന്ററിന് പവർ പോകും. അതുപോലെ തന്നെ സ്റ്റേറ്റിനെ മാറ്റിമറിക്കുന്നൊന്നും ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നെ സ്റ്റേറ്റിന്റെ കാര്യങ്ങളുമായിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളായിട്ട് പോകും, സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ലിസ്റ്റിലുള്ള കാര്യങ്ങളുമായിട്ട് പോകും. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും കണ്ടില്ല എമർജൻസി പോലീസ്, നാഷണൽ ഇൻട്രസ്റ്റ് പോലീസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ, ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ എപ്പോഴും സെൻട്രലിലേക്ക് പവർ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണും. അതുകൊണ്ട് we can call it as our constitution as quasi-federal or federation with centralizing tendency. With this, we complete our discussion on salient features of the constitution. ഒരു എസ്സയോ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒക്കെ വരാനുള്ള സാധ്യതയുള്ള ഏരിയ ആണ്. താരതമ്യേന എളുപ്പമുള്ള ഏരിയ ആണ്. ഈ ഒരു മെയിൻ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. If you have any clarification, you can clarify it right now.
യെസ് ആണ് ആൻസർ എങ്കിൽ ഒന്ന് യെസ് ഇട്ടോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ can ask that right now. I'll try to respond to that. ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? വെള്ളം കുടിക്കാനുള്ള ഒരു സമയം. യെസ്. അപ്പോ ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണെന്നുള്ള രീതിയിൽ ഒരു ചെറിയ സന്തോഷത്തോടു കൂടി, ചെറുതല്ല വലിയ സന്തോഷത്തോടു കൂടി we will go to the next part. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് എടുക്കും ആ ഒരു സ്ലൈഡ് ഒന്ന്. പുതിയ സ്ലൈഡ് കാണാമോ? Is a new slide visible? Yes, sir. Okay, thank you. So shall we go to the next? നമ്മൾ സ്റ്റാൻഡിംഗ് ഫീച്ചേഴ്സ് കഴിഞ്ഞു, പ്രിയാമ്പിളിലേക്ക് പോകാം അല്ലെ. പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിളിന്റെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമുഖം എന്ന് നമുക്ക് പറയാം. ആമുഖം എന്ന് പറയാം മുഖപുര എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോ വിൽ സ്റ്റാർട്ട് വിത്ത് സം സ്റ്റേറ്റ്മെന്റ്സ്. പ്രിയാമ്പിൾ ഈസ്, ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പ്രിയാമ്പിൾ ഈസ് ദ കീ. I'll repeat. Preamble is the key to open the minds of the makers of the Constitution. Preamble is the key to open the minds of the makers of the Constitution. ഇത് പറഞ്ഞിരിക്കുന്നത് റേ ബെറുബറി എന്ന് പറയുന്ന ഒരു കേസ്. ദാറ്റ്സ് എ റെഫറൻസ് കേസ്, റേ ബെറുബറി കേസ്. പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു കൊട്ടേഷൻ ഫസ്റ്റ് പേപ്പറിൽ ചോദിക്കുകയും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറയാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എഴുതേണ്ടത് പ്രിയാമ്പിൾ അല്ലെങ്കിൽ നേരിട്ട് പ്രിയാമ്പിൾ തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയാമ്പിൾ താരതമ്യേന പ്രിയാമ്പിളും ഒരു എളുപ്പമുള്ള ഏരിയ തന്നെയാണ്. അപ്പൊ നമ്മള് പ്രിയാമ്പിൾ എങ്ങനെയാണ് വരുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാണ്. വി കനോട്ട് റീഡ് ഇറ്റ്. നമുക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ അങ്ങനെ റീഡ് ചെയ്യുന്നില്ല. നമ്മള് പ്രിയാമ്പിളിന്റെ ഈ രീതിയിലുള്ള കാണും. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. പ്രിയാമ്പിളിനകത്ത് ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ, പിന്നെ താഴെ ഇന്റഗ്രേറ്റീവ് എന്ന് പറയുന്ന 4 വാക്കുകൾ ചുവപ്പിൽ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം ഈ പറയുന്ന 4 വാക്കുകൾ ഒറിജിനലി 1950 കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇല്ലാതിരുന്നത്. അത് പിന്നീട് 1970 എഴുതി ചേർത്തത്. The words or concepts which are included in the constitution or written into the constitution book later on in 1970s are socialist, secular and integrative. അതൊന്ന് നോട്ട് ചെയ്യുക. അത് പിന്നെ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകണം. അതിനു മുൻപ് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയാമ്പിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, പ്രിയാമ്പിളിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഒരു എസ്സേ വരികയാണെന്ന് നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തത് ഇനാക്ടിങ് ക്ലോസ്. പലപ്പോഴും ഒരു നിയമം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്നത് ദിസ് ലോ ഇസ് കോൾഡ് ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് ഇറ്റ് ഷാൽ അപ്ലൈ ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക്. ആരാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? പാർലമെന്റ് ഈ 1942 വർഷം അല്ലെങ്കിൽ 31 വർഷം ഉണ്ടാക്കിയതാണ് ഈ നിയമം എന്നൊക്കെ പറയും. അപ്പം എവിടെ നിന്ന് വരുന്നു ആ നിയമം? വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഇനാക്ട് ചെയ്യുന്ന ആരാണ്? ഇനാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഒരു ലോ മേക്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ഇനാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ആ ലോ മേക്കിംഗ് പ്രോസസ് ആരാണ്? ഈ നിയമം എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നിയമം തന്നെയാണ്, നിയമങ്ങളുടെ നിയമമാണ്. ആ നിയമം ആരാണ് ഉണ്ടാക്കിയെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് വാട്ട്സ് ദ സോഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനാക്ടിങ് ക്ലോസ് ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സോഴ്സ്? അത് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാനിപ്പം റെഡിൽ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആരാണ്? പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ. നമ്മളല്ല, നമ്മുടെ ഫോർ ഫാദേഴ്സ്.
നമ്മൾ തന്നെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. അല്ലാതെ ബ്രിട്ടീഷ് പാർലമെന്റോ ഐക്യരാഷ്ട്ര സംഘടനയോ വേറെ ഒന്നുമല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് മെയ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ കൂടി നമുക്ക് താഴെ കാണാം. അറ്റ് ദി ബോട്ടം ഓഫ് ദിസ് സ്ലൈഡ് യു കൻ സീ certain things are kept in red. If you read that, do hereby adopt, enact and give to ourselves this constitution. ആരാണ് we do hereby adopt? നമ്മൾ തന്നെ അഡോപ്റ്റ് ചെയ്യും. And we enact, നമ്മൾ നിയമമാക്കി മാറ്റിയിട്ട്. And we give to ourselves, നമ്മൾക്ക് തന്നെ തന്നു എന്നുള്ള രീതിയിലാണ്. Do hereby adopt, enact and give to ourselves this constitution. So this constitution originates, it comes, the source of the constitution is we the people. അതിനെക്കുറിച്ച് പ്രിയാമ്പിൾ പറഞ്ഞു. അപ്പൊ പ്രിയാമ്പിളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. We the people of India do hereby adopt, enact and give to ourselves this constitution. പറയുന്നത്. Moving on with certain other ideas in the constitution. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ, മമ്മൂട്ടി പറഞ്ഞ പോലെ തന്നെയാണ്, ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കണം, പ്രിയാമ്പിൾ പ്രത്യേകിച്ചും വായിക്കണം. അതിൽ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ സോവറിൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ സോഷ്യലിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. അപ്പൊ ഇന്ത്യയെ നിർവചിക്കുന്ന 5 സംഭവങ്ങളാണെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ള കുറച്ച് വാക്കുകളാണ് നമ്മൾ 5 വെറും വാക്കുകളല്ല, 5 ഫിനോമിനൻ, കോൺസെപ്റ്റ്സ്, സംഭവം തന്നെ നമുക്ക് പറയാവുന്ന ഒരു സംഭവമാണ്. സോവറിനിറ്റി, സോഷ്യലിസം, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇതാണ് ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ, ഇതറിയാമെങ്കിൽ ഇന്ത്യ അറിയാം എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ് ഈ സോവറിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോവറിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാധികാരമാണ്. പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുത് നമ്മുടെ കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കും എന്നുള്ള രീതിയിലാണ്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ്സ് ഇവിടെ. സോവറിനിറ്റി കുഡ് ബി ഐദർ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ. എന്താണ് ഈ എക്സ്റ്റേണൽ സോവറിനിറ്റി പറഞ്ഞാൽ? ഇന്റർനാഷണൽ ലോ പ്രകാരം കുറേയധികം രാജ്യങ്ങളുടെ ഇടയിലാണ് നമ്മുടെ രാജ്യം. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയോ WTO, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയോ വേറെ ഒരു രാജ്യങ്ങളോ വേറെ ഒരു അതോറിറ്റിയോ അല്ല. Our things, the matters relating to our nation is decided by we, the people of India. നമ്മളുണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. So from outside there is an angle. Outside angle നമ്മൾ നോക്കുമ്പോൾ sovereignty has this particular color, dimension. ഇനി നമുക്ക് ഇന്റേണലി നോക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സോവറിനിറ്റി എന്ന് പറയുന്നത്. സോവറിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും പേര്. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള അതോറിറ്റീസ്, ഫോർ എക്സാമ്പിൾ സുപ്രീം കോടതി, അത് ചൈനയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ചൈനയിലെ കോടതികൾക്കുള്ള പൊസിഷൻ വളരെ വ്യത്യസ്തമായ ഒരു പൊസിഷനാണ് ഇന്ത്യൻ സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതികൾക്കുള്ളത്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ, പാർലമെന്റ് ആയി കഴിഞ്ഞാലും ഇവിടുത്തെ അധികാര സ്ഥാപനങ്ങളും അധികാരങ്ങളും എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്. സോ പരമാധികാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിയിലല്ലാതെ മറ്റു ഒരു അധികാര സ്ഥാപനവും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം തന്നെയാണ് തീരുമാനിക്കുക എന്നുള്ളത്. ദാറ്റ്സ് ആസ്പെക്ട് ഓഫ് സോവറിനിറ്റി. മൂവിംഗ് ഓൺ വിത്ത് ദ ഐഡിയ ഓഫ് സോഷ്യലിസ്റ്റ്. സോഷ്യലിസം എന്ന് പറഞ്ഞ ഡിസ്കഷൻ, അതിനൊരു ഡെഫിനിഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. നമ്മുടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദ്വിഭാഷ പദവിയിൽ പറയുന്ന സ്ഥിതി സമത്വം, അത് നമ്മൾ എഴുതി ചേർത്തിരിക്കുന്നത് 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ്. അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇക്കണോമിക് ഇക്വാലിറ്റി എന്നുള്ളത് നമുക്ക് രീതിയിലെടുക്കാം. അതിന്റെ ഡെഫിനേഷനിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിലേക്ക് വളരെയധികം പോയി ദിവസങ്ങളോളം ഡിസ്കസ് ചെയ്യേണ്ടി വരും. വി മേ നോട്ട് ഗോ ഫോർ ദാറ്റ്. അപ്പോൾ ഇക്കണോമിക് ഇക്വാലിറ്റി എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ നമ്മൾ പ്രധാനമായിട്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലൊക്കെ അത് കുറച്ച് റിഫ്ലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 39B and C, D ഒക്കെ പറയാം, പക്ഷെ പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 39B. അതിനകത്ത് പറയുന്നു ഇക്കണോമിക് റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സുകളും മറ്റു സമ്പത്തുകളും ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ആകരുത്, ആ രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കരുത്, ആ രീതിയിൽ സ്റ്റേറ്റ് പോളിസി ഉണ്ടാകരുത് എന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എടുത്തു പറയുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും 100% തുല്യത ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. മറിച്ച് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു മിനിമം ലിവബിൾ കണ്ടീഷൻസ് നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അങ്ങനെ തന്നെയാണോ ഉദ്ദേശം എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. എങ്കിലും നമുക്ക് purpose of understanding we can take it in that form. So economic equality could be understood as one of the main aspects of socialism. അപ്പോൾ അത് ആർട്ടിക്കിൾ 39B ഉണ്ട്. അത്
സുപ്രീം കോടതി എടുത്തു പറഞ്ഞു. 1-2 കേസുകൾ ജസ്റ്റ് കൂട്ടിട്ട്, ഈ 2 കേസുകളൊന്നുമല്ല, മറ്റു പല കേസുകളും ഇത് വന്നിട്ടുണ്ട്. I've got 2 cases for you, which I think you may note it down. Excelware versus Union of India, and another one is PS Nagara versus Union of India. These are the 2 cases where the Supreme Court underlined the importance of the ideas of economic equality and socialism. Is the point clear? Clear ആണ്? ഒരു വളരെ പതുങ്ങിയ രസമാണ് എനിക്ക് കിട്ടിയത്. അത്ര അങ്ങോട്ട് എൻകറേജ് ചെയ്യാൻ മാത്രം എനർജി അതിനകത്തില്ല. യെസ്, താങ്ക് യു. എനർജറ്റിക് ആയിട്ടുള്ള പിന്നെ നന്ദി. നമുക്ക് സെക്യുലറിസത്തിലേക്ക് കടക്കാം. ഈക്വൽ സ്റ്റാറ്റസ് ഫോർ ഓൾ റിലീജിയൻസ്, അതാണ് സെക്യുലറിസത്തിന്റെ ഞാൻ പറഞ്ഞു. പിന്നെ റിലീജിയൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ഈക്വൽ ഗവൺമെന്റൽ സപ്പോർട്ട്. അത് കൂടാതെ വെസ്റ്റിലാണ് നമ്മൾ സാധാരണ പറയുന്നത് സ്റ്റേറ്റിനുള്ള സ്റ്റേറ്റും മതത്തിനുള്ള മതവും എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് രണ്ടും വാട്ടർ ഡെഡ് കമ്പാർട്ട്മെന്റ്സ് ആണെന്നുള്ള രീതിയിലാണ് വെസ്റ്റ് പാശ്ചാത്യ ഐഡിയ. പക്ഷെ ഇന്ത്യൻ ഐഡിയ ഇസ് ലിറ്റിൽ ബെറ്റർ, നോട്ട് ലിറ്റിൽ ഡിഫറെന്റ്. ഐ വുഡ് സേ ലിറ്റിൽ ഡിഫറെന്റ് എന്നല്ല, കുറേയധികം ഡിഫറെന്റ്. ഇവിടെ പറയുന്നതാണ് ഗവൺമെന്റ് ക്യാൻ ഇന്റർഫിയർ ഇൻ ദ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. റിലീജിയന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് ഇന്റർഫിയർ ചെയ്യാം, പക്ഷേ അത് ചെയ്യുമ്പം ഇക്വിറ്റബിൾ ആയിരിക്കും, ഈക്വൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കും കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള റിലീജിയന് സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുക്കുന്ന രീതിയിൽ ആകാൻ പാടില്ല എന്ന് പറയുന്നു. വിച്ച് മീൻസ് ദാറ്റ് ഗവൺമെന്റും പിന്നെ മതവും തമ്മിൽ മുഴുവനായിട്ട് മാറി നിൽക്കണം നിർബന്ധമില്ല. ദർ കുഡ് ബി സം കൈൻഡ് ഓഫ് പ്രോ ആക്റ്റീവ് പോസിറ്റീവ് സപ്പോർട്ട് ഫോർ ദി ഗവൺമെന്റ് ഫ്രം ദ ഗവൺമെന്റ് ടു ദ റിലീജിയൻ, ബട്ട് ദാറ്റ് ഷുഡ് ബി ഇക്വിറ്റബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്ന കേസ് ഇങ്ങനെ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, പാശ്ചാത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഇന്ത്യയിലെ കേസാണ് അരുണ റോയ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. പോസിറ്റീവ് കണ്ടക്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ കേസ്. ആൻഡ് SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിനകത്ത് പറയുന്നു സെക്യുലറിസം is a basic feature, a fundamental feature, a basic structure of the constitution. So we can note both of these cases. I think I made things clear. If that be so, I would move to the next one. That is democratic. Democratic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യം എന്നാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഇതാരാ പറഞ്ഞത് നമുക്കറിയാം. ഇറ്റ്സ് എ ഗ്രേറ്റ് അബ്രഹാം ലിങ്കൺ who came out with these words, who put across these words. Yes. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇവിടെ യൂണിവേഴ്സൽ യൂണിഫോം അഡൽട്ട് സഫ്രേജ് എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞു. Which means that any person like you and me can participate in the political process. ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, വേറെ ഒരു ചോദ്യമില്ല. 25 വയസ്സായി കഴിഞ്ഞാൽ ലോക്സഭയിലേക്കും MLA ആയിട്ടും ആർക്കും മത്സരിക്കാം. 30 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും മത്സരിക്കാം, എന്തായിട്ട് മത്സരിക്കാം, രാജ്യസഭയിലേക്ക് മത്സരിക്കാം. 35 വയസ്സായി കഴിഞ്ഞാൽ ആർക്കും പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാം. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇപ്പോഴുള്ളത്. ദ്രൗപദി മുർമു എന്നാണ് അവരുടെ പേര്. I'm sorry to say this. ഞാൻ പ്രസിഡന്റിന്റെ പേര് അത്രയും കൂടെ പേരല്ലാത്തത്. മേ ബി ഷീ ഈസ് വെരി 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 ന്യൂ. എങ്കിലും നമ്മൾ എടുത്തു പറയാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ലേഡി എന്ന് പറയുമ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള പിന്നെ ജെൻഡർ പ്രോബ്ലംസ് ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരാള്, ട്രൈബിൽ പെടുന്ന ഒരാള് ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും we had a democratic നമുക്ക് പറയാം. പിന്നെന്താ റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ടഡ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്. നമ്മുടെ രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന ഇതിന് മുന്നേ ഉള്ള പ്രസിഡന്റിന്റെ ഒരു രക്തബന്ധു അല്ല, മകനോ മകളോ അങ്ങനെയുള്ള മരുമകളോ ഒന്നും അല്ല ഇപ്പോഴത്തെ പ്രസിഡന്റ്. വിച്ച് മീൻസ് ദാറ്റ് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഇസ് ദിസ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇലക്റ്റഡ് ആണെങ്കിൽ അത് ഹെറിഡിറ്ററി ആയിട്ട് ഇംഗ്ലണ്ടിലുള്ള പോലെ. ഇംഗ്ലണ്ടിൽ എങ്ങനെയാ? ഇംഗ്ലണ്ടിൽ ക്യൂനും കിങ്ങും ഒക്കെയാണ്, അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് അതിന്റെ അടുത്ത ആൾക്കാർ വരുന്നത്. നമ്മള് സൗദി അറേബ്യയിലാണ് സുൽത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാബർ, ഹുമയൂൺ, അക്ബർ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ വരുന്നതാണ്. അതെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു റിപ്പബ്ലിക്കൻ ഫോം, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഒരു നല്ല എക്സാമ്പിൾ. അമേരിക്കയിൽ പ്രസിഡന്റ് അപ്പൊ ഒബാമ കഴിഞ്ഞു മറ്റൊരാളൊന്നും അങ്ങനെയാണ് പോകുന്നത്. ഇന്ത്യയിലും അങ്ങനെ തന്നെ, മറിച്ച് ഇംഗ്ലണ്ടിൽ അങ്ങനെയല്ല. അതാണ് നമ്മൾ റിപ്പബ്ലിക്കൻ ഫോം വേണം. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് 5 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കി. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയില്ല? അത് വെറുതെ ഒരു ഇന്ത്യ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല. അവിടുത്തെ സിറ്റിസൺസ് read preamble very meticulously.
വാട്ട് യു ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദിസ്. ഇങ്ങനൊരു ഇന്ത്യ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 4 കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. 5 സവിശേഷതകളുള്ള ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത് 4 കാര്യങ്ങൾ അതിന്റെ സിറ്റിസൺസ് നേടിയെടുക്കും. എന്താണ് ആ 4 കാര്യങ്ങൾ? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റർനിറ്റി. Are you able to understand those points from the preamble? Preamble slide നിന്നും ഈ 4 points കാണാൻ പറ്റുന്നുണ്ടോ? I want all of you to understand this. I want all of you to understand this. മനസ്സിലാവുന്നില്ലേ ആ ഒരു 4 കാര്യങ്ങൾ? യെസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെഫിനേഷനിലേക്ക് പോകുന്നില്ല. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. രാഷ്ട്രീയ നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ സാഹചര്യം പൊളിറ്റിക്കലായിട്ട് പങ്കെടുക്കാനുള്ള ഒരേ സാഹചര്യം. ഇക്കണോമിക് നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക സോഷ്യലിസം തന്നെ നമുക്ക് പറയാം. സോഷ്യൽ ആയിട്ടുള്ള നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐത്തം ഉള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ അത് സോഷ്യൽ നീതി ഇല്ലാത്തൊരു സൊസൈറ്റി. നമ്മുടെ ആർട്ടിക്കിൾ 17 പറയുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. അംബേദ്കർ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം ഫീലിങ്സ് അവിടെ എക്സ്പ്രസ് ചെയ്താണെന്ന് നമുക്ക് തോന്നാം. അതൊരു ക്രിമിനൽ കുറ്റമാണ്. ഐറ്റം അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞു. ഐറ്റം എന്നാണ് ഒരു ഉയർന്ന ജാതിക്കാരൻ പോകുമ്പോൾ 200 വാര ദൂരത്തുകൂടെ മാത്രമേ മറ്റൊരാളെ പോകാൻ പാടുള്ളൂ. ഒന്നിച്ച് നടക്കില്ല, ഒന്നിച്ച് കാണാൻ പറ്റില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ കുഴി മൂടിക്കളയും. ആ രീതിയിൽ പറയുന്ന ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാത്തൊരു സമൂഹത്തെയാണ് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് ഇല്ലാത്ത സമൂഹം നമ്മൾ പറയുന്നത്. അപ്പോ നമ്മുടെ വിഭാവനം ചെയ്യുന്ന ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, നോട്ട് മൈ ഡ്രീം, ഇറ്റ്സ് ഗാന്ധിജീസ് ഡ്രീം, അത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉള്ള ഒരു സൊസൈറ്റി. ലിബർട്ടി ഏത് കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്? തോട്ട്, ചിന്തിക്കാനുള്ള ലിബർട്ടി ഉണ്ട്, ആവിഷ്കരിക്കാനുള്ള ലിബർട്ടി ഉണ്ട്, ബിലീവ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം. ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഈക്വൽ സ്റ്റേറ്റസ് ആയിരിക്കും. ഒരാളൊരു പ്രത്യേക മതസ്ഥനാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു സ്റ്റേറ്റസ് ഉണ്ടാവില്ല. എല്ലാവർക്കും PSC പരീക്ഷ എഴുതാം, എല്ലാവർക്കും PSC പരീക്ഷ എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവർക്കും എക്സാമിന് ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വരുന്നു, അല്ലെങ്കിൽ സിംഗിൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു. എല്ലാവർക്കും 100 മാർക്ക് വാങ്ങിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവർക്കും 100 മാർക്ക് കിട്ടാനുള്ള അവകാശം. സോ ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ് വൺ ഇസ് ഫ്രെറ്റർനിറ്റി, ദാറ്റ് ഇസ് സഹോദര്യം. സഹോദര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ തമ്മിലുള്ള സഹോദര്യമാണ് നമ്മൾ സാധാരണ പറയാറ്. പക്ഷെ ഇന്ത്യ ഒരു സ്പെഷ്യൽ കേസ് എന്ന നിലയിൽ നമ്മൾ അതൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഇതാണ്. ഫ്രെറ്റർനിറ്റി അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി എന്താണ് എൻഷുർ ചെയ്യും. അതുകൂടാതെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യയും കുറെ ലോകങ്ങളും എന്നുള്ള രീതിയിലാണ്. നമുക്ക് തമിഴ്നാട് എന്നുള്ള ലോകമുണ്ട്, കാശ്മീർ എന്ന് പറഞ്ഞ മറ്റൊരു ലോകമുണ്ട്, ആസാം എന്ന് പറഞ്ഞ ലോകമുണ്ട്, കേരളം എന്ന് പറഞ്ഞ മറ്റു ലോകത്ത്, ഗോഡ്സ് ഓഫ് കൺട്രി. അങ്ങനെ കുറെ അധികം ജനതകളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ. അപ്പൊ ആ ജനതകളുടെ ഒരു യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, അഖണ്ഡതയും എന്താണ് നമ്മൾ പറയുന്ന ഐക്യവും ഉറപ്പിക്കുന്നതും, അങ്ങനെ കുറെ അധികം ആൾക്കാർ തമ്മിലുള്ള ഒരു സാഹോദര്യം കൂടെ ഇന്ത്യയിലെ സാഹോദര്യത്തിന്റെ അർത്ഥമായിട്ട് നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നു. സോ 5 ഫീച്ചേഴ്സ് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ: സോവറിൻ ഇന്ത്യ, സോഷ്യലിസ്റ്റ് ഇന്ത്യ, സെക്യുലർ ഇന്ത്യ, ഡെമോക്രാറ്റിക് ഇന്ത്യ ആൻഡ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യ നിലവിൽ വന്നിരിക്കുന്ന ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റർനിറ്റി. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്തിരിക്കുന്നത് 26th day of November 1949. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയി അല്ലെങ്കിൽ ലോ ഡേ ആയിട്ട് ഇന്നും കഴിഞ്ഞ വർഷവും നമ്മൾ ആഘോഷിച്ചത് ഈ ഡേ ആണ്, ലോ ഡേ ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 26th January 1950 ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 2 ചോദ്യങ്ങളും കൂടെ ഉണ്ട്. ഈസ് പ്രിയാമ്പിൾ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണോ എന്നുള്ള ചോദ്യം. ഈ റെഫറൻസ് കേസാണ്. റീ ബെറുബറി എന്ന് പറഞ്ഞ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അല്ല. പക്ഷെ ആ പൊസിഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 സുപ്രീം കോടതി കേസിനകത്ത് പറഞ്ഞിരിക്കുന്നു പ്രിയാമ്പിൾ ഈസ് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിളിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ് എന്നുകൂടിയാണ് നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത്. Now, there is another one. Can preamble be amended? Preamble amend ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കേസ് എഴുതണം. അതിൽ എഴുതാവുന്ന കേസും കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. ആ കേസ് നമുക്ക് പറഞ്ഞിരിക്കുന്നു preamble can be amended. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1976 അമെൻഡ് ചെയ്തു, 47 അമെൻഡ്മെന്റ് പ്രകാരം അമെൻഡ് ചെയ്യുകയും 3 കോൺസെപ്റ്റ്സ് അതിനകത്ത് എഴുതി ചേർക്കുകയും 4 വാക്കുകൾ, ആൻഡ് എന്നുള്ള ഒരു വാക്കുകളൊക്കെ ഉള്ള 4 വാക്കുകൾ അതിനകത്ത് എഴുതി ചേർക്കുകയും ചെയ്തു.
അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിയാമ്പിളിനെ കുറിച്ച് പറയാവുന്നത്. പിന്നെ പ്രോബ്ലമായിട്ട് വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണെന്നൊക്കെ ചോദിക്കാം. ഷോർട്ട് ക്വസ്റ്റ്യനോ എസ്സേ രണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. താരതമ്യേന ഈസിയും കൂടിയാണ്, ഓർത്തിരിക്കാൻ ഈസിയാണെന്നുള്ളതാണ് എന്റെ ഒരു വിചാരം. ഐ ഹോപ്പ് യു ഓൾസോ ഹാവ് ദി സെയിം ഫീലിംഗ്. പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആസ്ക് റൈറ്റ് നൗ. ഐ ട്രൈ ടു ക്ലാരിഫൈ. അല്ലെങ്കിൽ വിൽ റഷ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. എന്തെങ്കിലും ഉണ്ടോ? ഒരു ചെറിയ ഡൗട്ടാണ്, സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ക്ലിയർ ചെയ്താൽ മതി. സർ, പീപ്പിൾ ഓഫ് ഇന്ത്യ ആണോ അതോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ സുപ്രീം? ഇന്ത്യയിൽ ഇപ്പോഴ് നമ്മൾ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം. ആ ചോദ്യം പോലെ തന്നെ ട്രിക്കിയാണ് ആൻസറും. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിലയിൽ പറയുകയാണെങ്കിൽ വി ഹാവ് റൂൾ ഓഫ് ലോ, റൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ സുപ്രീം. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വ്യത്യാസം വരുത്തണമെങ്കിൽ നമുക്ക് വ്യത്യാസം വരുത്തും, തീർച്ചയായിട്ടും വരുത്തും. അങ്ങനെ പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം. വേണമെങ്കിൽ യു ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് അമെൻഡ്മെന്റ്. I would answer it that way. That's my response to that. Is that all right? Yes, sir. വേണമെങ്കിൽ കുറെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പിന്നെ നേരത്തെ അതില് ചോദ്യം ചോദിച്ച സമയത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷെ നമ്മൾ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. നമ്മളിപ്പം പരീക്ഷയാണ് മുന്നിൽ പോകുന്നത്. നമ്മളിപ്പം യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഇനി നമ്മൾ ശരിക്കും യു ആർ അറ്റ് ദ പോർട്ടൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാന്, വാതായനം എന്താ പറയില്ല, അങ്ങനെ വലിയ സംഭവം കയറി ചേരുന്ന വലിയ ഇതിനാണ് നമ്മൾ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ തുടക്കത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സാലിംഗ് ഫീച്ചേഴ്സും പ്രിയാമ്പിളും ഒക്കെ നമുക്ക്. Now we are entering the constitution. Part 1 of the constitution, that is article 1 to 4. അനുച്ഛേദം 1 മുതൽ 4 വരെ. Shall we move on? നമുക്ക് പിന്നെ ആർട്ടിക്കിൾ 1 ക്ലോസ് 1 എന്ന് വായിച്ചു. ഇന്ത്യ, that is ഭാരത്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നുള്ളതാണ്. എഴുതിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ്. പക്ഷേ ഇന്ത്യയെ നമുക്ക് ഭാരത് എന്ന് വിളിക്കുന്നതിന് തെറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ recognizes that name also equally. India, that is Bharat, shall be a union of states. ഇത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുകയാണെങ്കിലും അത്രയ്ക്കും സിമ്പിൾ അല്ല. ഇന്ത്യ, that is Bharat, shall be a union of states എന്ന് പറയുമ്പോൾ ഇവിടെ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അംബേദ്കറിന്റെ പിന്നെ എന്താണ് ഡിപ്ലോമ, അംബേദ്കറിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പലപ്പോഴും വാട്സപ്പിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടോ വാക്കുകൾ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ല വാക്കുകൾ ഉപയോഗിക്കാത്തത്. യൂണിയൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയും ഫെഡറേഷൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത് അംബേദ്കറിനെ പോലെയുള്ള ഒരു ബുദ്ധിരാക്ഷസ് എന്ന് തന്നെ പറയാം. അദ്ദേഹം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. Why India is not called as Federation of States, instead why it is called as Union of States. അപ്പൊ നമ്മൾ ആ യൂണിയൻ എന്നുള്ള വാക്കിലൊന്ന് പിടിക്കാം. അതിനകത്ത് നമ്മൾ ആ ഫെഡറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ സാധാരണ രീതിയിൽ ഒരു ഫെഡറേഷൻ ആണെങ്കിൽ കുറേയധികം രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ള യൂണിറ്റുകൾ ഒന്നിച്ച് ചേർന്നിട്ട് നമുക്കിനി ഒന്നിച്ച് പോകാമെന്ന് തീരുമാനിക്കുന്നതാണ് ഫെഡറേഷൻ. നല്ല എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്ന എക്സാമ്പിൾ ഫിഫയാണ്. ഫെഡറേഷൻ ഓഫ് എന്താണ് ഫുട്ബോൾ അസോസിയേഷൻസിന്റെ ഫെഡറേഷൻ. അതിനകത്ത് നമുക്ക് കാണുന്ന ഇന്ത്യയില് ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്, ഉഗാണ്ടയിലും ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്, കെനിയയിലുണ്ട്, എല്ലാ സ്ഥലത്തും. അപ്പോ ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫുട്ബോൾ അസോസിയേഷൻസ് ആണ്, യൂണിയൻസ് ആണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ തീരുമാനിക്കണം എന്താണെങ്കിലും നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ അസോസിയേഷൻ ഫെഡറേഷൻ ആയിട്ടുണ്ടാകും. അപ്പോ ഫിഫ ഈസ് എൻ ഔട്ട്കം ഓഫ് ഇൻഡിപെൻഡന്റ് യൂണിറ്റ്സ് ഓഫ് ഇന്ത്യ, അമേരിക്ക, ഉഗാണ്ട ആൻഡ് സച്ച് പ്ലേസസ്. അപ്പൊ മറ്റൊരു എക്സാമ്പിൾ കുറച്ചും കൂടി ഒരു അടുത്ത് നിൽക്കാൻ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ അമേരിക്കയിൽ 50 രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അവർ 50 രാജ്യങ്ങളായിട്ട് തന്നെ തുടരും. അതുകൊണ്ടാണ് അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളെ വേറെ വേറെ ആക്കി മാറ്റാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ ഒരു ഇന്റഗ്രിറ്റിയും അഖണ്ഡതയും അല്ലാതെ പാർലമെന്റിന് തോന്നുന്ന രീതിയിൽ മാറ്റാൻ പറ്റുന്ന അല്ല അമേരിക്ക. സോ ഫെഡറേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഔട്ട്കം ഓഫ് എഗ്രിമെന്റ് ഓഫ് യൂണിറ്റ്സ്. ഫെഡറേഷൻ നിലവിൽ വരുന്നത് ആ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന സ്റ്റേറ്റുകളെ ഒന്നിച്ച് ചേർന്ന് അവരൊന്നിച്ച് പോകാൻ തീരുമാനിക്കുന്നതനുസരിച്ചാണ്. ഇന്ത്യയിൽ അത് അങ്ങനെയല്ല. ഈ പറയുന്ന 28 സ്റ്റേറ്റുകൾക്കും മുൻപ് എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല.
മുൻപ് അങ്ങനെ ഇങ്ങനെ കടന്ന് 10-600 നാട്ടുരാജ്യങ്ങളാണ് ഇന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും നോക്കുന്നില്ല. നമ്മൾ ഇപ്പോഴ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് സ്റ്റേറ്റുകളായി തിരിച്ചു മാത്രം, അല്ലാതെ കേരളം എന്ന് പറയുന്ന സംഭവം മുന്നേ ഉണ്ടായിരുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോ ഇന്ത്യ ഈസ് നോട്ട് ആകത്തുക ഓഫ് ഇൻഡിപെൻഡന്റ് യൂണിറ്റ്സ്. ഇൻഡിപെൻഡന്റ് യൂണിറ്റ്സിന്റെ ആകത്തുക അല്ല. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ രാജ്യത്ത് സ്റ്റേറ്റിന് ഒരു ഇന്റഗ്രിറ്റി ഇല്ല. സ്റ്റേറ്റിന് വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിലും മാറ്റി കളയാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞതാണ്. അതുകൂടാതെ ഏറ്റവും പ്യോർ ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് എപ്പോ വേണമെങ്കിലും 50 നിന്ന് ഇറങ്ങിപ്പോരാം. അതുപോലെ അമേരിക്കയിലൊന്നും അവിടുത്തെ സ്റ്റേറ്റുകൾക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും ഇപ്പൊ പറ്റില്ല. എങ്കിൽ പോലും പ്യോർ ഫെഡറേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാനും കൂടി പറ്റും. ഇന്ത്യയിൽ ഇതൊന്നും പറ്റില്ല. ഒരു ഔട്ട്കം ഓഫ് എഗ്രിമെന്റ് ഓഫ് യൂണിറ്റ്സ് അല്ല, ഇന്റഗ്രിറ്റി ഓഫ് യൂണിറ്റ്സ് സ്റ്റേറ്റ്സ് ഇല്ല, പുറത്തേക്ക് നടന്നിറങ്ങി പോകാനുള്ള അധികാരവും ഇല്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ വാക്ക് ഫെഡറേഷൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ യൂണിയൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ആൻസർ ഷുഡ് ബി ലൈക്ക് ദിസ്: യൂണിയൻ വേഴ്സസ് ഫെഡറേഷൻ എന്നുള്ള രീതിയിലുള്ള ഐഡിയ. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും തുടർന്ന് വായിക്കുകയാണ്. ആർട്ടിക്കിൾ 1 A വായിക്കാം. എന്താണ്? ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഷാൽ കംപ്രൈസ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ടെറിട്ടറീസ് ഒക്കെ അതിന്റെ ഭാഗത്ത് വരും. ദ യൂണിയൻ ടെറിട്ടറി സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ്. ഒന്നാം പട്ടികയിൽ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിന്റെ ഭാഗം. പിന്നെ എന്താണ് വരിക? സച്ച് അതർ ടെറിട്ടറീസ് ആസ് മേ ബി അക്യൂർഡ്. മറ്റ് ഏതെങ്കിലും ടെറിട്ടറി ഇന്ത്യ അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതിന്റെ ഭാഗമായിട്ട് വരും. അക്യൂർ ചെയ്യുന്ന എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ വളണ്ടറി ആയിട്ട് പലരും വന്നിട്ട് ഇന്ത്യ കൂടെ ചേരാൻ തീരുമാനിക്കും. അങ്ങനെ ആരെങ്കിലും ചേർന്നിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിക്കിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു രാജ്യം, ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ സിക്കിം 1975 വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല, ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായിരുന്നു. പക്ഷെ അവരൊരു എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ വളണ്ടറി ആയിട്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം സ്വയമേവേ വന്ന് ഇന്ത്യയായിട്ടുള്ള എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആയി മാറുകയാണ്. അപ്പൊ അങ്ങനെ സ്വന്തമായി വന്നൊരു ടെറിട്ടറി, അക്യൂർ ചെയ്യപ്പെട്ട ടെറിട്ടറി എന്നുള്ള നിലയിൽ നമുക്കറിയാം സിക്കിം ഈസ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതുകൂടാതെ നമ്മൾ വേണമെങ്കിൽ കുറച്ച് ബലം പ്രയോഗിച്ചും ആൾക്കാരെ കൊണ്ടുവരാം. എങ്ങനെയാണ് പറ്റുന്നത്? ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പോർട്ടുഗീസ് ടെറിട്ടറി, ഇപ്പൊ ഗോവ ഫോർ എക്സാമ്പിൾ. ഗോവയൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ 1947 ഇവിടുന്ന് പോയ സമയത്ത് ഫ്രഞ്ച് ടെറിട്ടറിയും പോർട്ടുഗീസ് ടെറിട്ടറിയും നമുക്ക് കിട്ടിയിരുന്നു. ബിക്കോസ് ബ്രിട്ടീഷുകാർക്ക് സ്വാതന്ത്ര്യം തരാവുന്നത് ബ്രിട്ടീഷ് ടെറിട്ടറിക്ക് മാത്രം. ആൻഡ് ടെറിട്ടറീസ് വിച്ച് വെർ അണ്ടർ പോർച്ചുഗീസ് ആൻഡ് ഫ്രഞ്ച് വെർ നോട്ട് ഗിവൺ ടു ഇറ്റ്. സോ പക്ഷെ നമ്മള് ഈ ഒരു വലിയ രാജ്യത്തിന്റെ അവിടെ ഇവിടെയായിട്ടൊക്കെ കുറച്ച് ഏരിയസ് കിടക്കുമ്പോൾ അവിടെയൊക്കെ ഏരിയസ് കിടക്കുമ്പോൾ മറ്റു പല രാജ്യങ്ങളും അവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള പേടിയുണ്ട്. നമ്മുടെ പൊളിറ്റിക്കൽ റീസൺസ് ഒക്കെ വെച്ചിട്ട് വാട്ട് വി ഡിഡ് വാസ് വി യൂസ് സം ഫോഴ്സ്. ഒരു മിലിറ്ററി ഓപ്പറേഷൻസിലാണ് 1960s പോർട്ടുഗീസ് ടെറിട്ടറി, ഗോവ അടക്കമുള്ള പോർട്ടുഗീസ് ടെറിട്ടറീസ് ഇന്ത്യയുടെ ഭാഗം. അപ്പൊ ഫോഴ്സ് ഉപയോഗിച്ചിട്ടോ ഫോഴ്സ് ഉപയോഗിക്കാതെയോ നമ്മുടെ ടെറിട്ടറീസിന്റെ ഭാഗമായി മാറുന്ന മറ്റുള്ള ടെറിട്ടറീസും സ്റ്റേറ്റ് ഗവൺമെന്റ് ടെറിട്ടറി, യൂണിയൻ ഗവൺമെന്റ് ടെറിട്ടറി, മറ്റുള്ള ടെറിട്ടറീസ് എല്ലാം പിന്നെ ഇന്ത്യയുടെ ഭാഗമായിരിക്കും ആണ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ടുള്ളത് 1ാം പട്ടികയിലാണ്. 1ാം പട്ടികയിൽ അതിന്റെ ഓരോന്നിന്റെയും ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വിച്ച് യു മേ റെഫർ ടു. ഇനി നമ്മൾ ആർട്ടിക്കിൾ 2ലേക്ക് പോകാം. ആർട്ടിക്കിൾ 2 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 2 പറയുന്നത് അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ച കാര്യമാണ്, പുതിയ സ്റ്റേറ്റുകളെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചോദ്യം. അതിന് ആൻസർ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ആർട്ടിക്കിൾ 2 പറയുന്നു പാർലമെന്റിനാണ് ആ പവർ. അവർ നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ബൈ ലോ. അത് ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് നോട്ട് ദാറ്റ്. ബൈ ലോ, ഒരു നിയമപ്രകാരമായിരുന്നു. പാർലമെന്റ് ആരെങ്കിലും അഭിപ്രായം പറയുന്ന രീതിയിലോ റെസൊല്യൂഷന്റെ രൂപത്തിലോ അല്ല. ദർ ഷുഡ് ബി എ ലോ മേക്കിംഗ് പ്രോസസ്. അഡ്മിറ്റ് ഇൻ ടു ദ യൂണിയൻ. അഡ്മിറ്റ് ഇൻ ടു ദ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിക്കിം എന്ന് പറയാം അഡ്മിറ്റ് ചെയ്യാം. ഓർ എസ്റ്റാബ്ലിഷ്. ഇപ്പൊ നമ്മള് പോർട്ടുഗീസ് ടെറിട്ടറീസ് എടുത്തിട്ട് പുതിയൊരു സ്റ്റേറ്റ് ആയിട്ട് മാറ്റുന്നത് രീതിയിലുമാകാം. അഡ്മിറ്റ് ഓർ എസ്റ്റാബ്ലിഷ് ന്യൂ സ്റ്റേറ്റ്സ്. പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാകും on such terms and conditions as it thinks fit. പാർലമെന്റിന് തോന്നുന്ന രീതി, പാർലമെന്റ് ആണ് അവിടുത്തെ അധികാരം, അല്ലെങ്കിൽ അവിടുത്തെ ജനതയോട് പോലും ചോദിക്കേണ്ട കാര്യമില്ല. പാർലമെന്റ് മേ ഡിസൈഡ് ആസ് ദ പാർലമെന്റ് മേ തിങ്ക് ഫിറ്റ് എന്ന് അവർക്ക് തോന്നുന്ന രീതി. എന്ത് പോക്കിരിത്തരം എന്നല്ല ഉദ്ദേശിക്കുന്നത്, as it thinks fit എന്ന രീതിയിലാണ് പറയുന്നത്. അതിനുള്ള ഫർദർ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് ആർട്ടിക്കിൾ 3ലാണ്. അപ്പൊ ആർട്ടിക്കിൾ 3 പാർലമെന്റ് എന്താണ് അതിന് ചെയ്യേണ്ടത്? അതിൽ പറയുന്നത് Parliament may by law form a new state by separation of territory from
any state. Already exist in the territory കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്. Or by uniting two or more states. ഒന്നോ രണ്ടോ സ്റ്റേറ്റുകൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് പിന്നെ സ്റ്റേറ്റ് പുതിയ സ്റ്റേറ്റ് ഉണ്ട്. പാർട്സ് ഓഫ് സ്റ്റേറ്റ് ചില ടെറിട്ടറിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പുതിയ സ്റ്റേറ്റ്. ഓർ ബൈ യുണൈറ്റിംഗ് എനി ടെറിട്ടറി വിത്ത് പാർട്ട് ഓഫ് സ്റ്റേറ്റ്. ഏതെങ്കിലും ഒരു ഭാഗത്തെ പിന്നെ പുതിയ ഒരു സ്റ്റേറ്റിന്റെ ഭാഗമാക്കിയിട്ട് ആഡ് ചെയ്തു എന്ത് വേണം ചെയ്യാന്നുള്ള രീതിയിലാണ്. പിന്നെന്ത് ചെയ്യാം? ഇൻക്രീസ് ദ ഏരിയ ഓഫ് എനി സ്റ്റേറ്റ്, ഡിമിനിഷ് ദ ഏരിയ ഓഫ് എനി സ്റ്റേറ്റ്, alter the boundaries of any state and alter the name of the state. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുമാകാം. നമ്മൾ ഇതെല്ലാം കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പേര് മാറ്റലടക്കമുള്ള പേരും ബൗണ്ടറിയും അടക്കമുള്ള കാര്യങ്ങൾ മാറ്റലടക്കമുള്ള എന്തും പാർലമെന്റ് ചെയ്യും. അത് മാത്രമല്ല യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യത്തിലും ഇതുപോലെ ചെയ്യും. ഗോവയെ യൂണിയൻ ടെറിട്ടറി ആക്കി, യൂണിയൻ ടെറിട്ടറി ആയിരുന്ന ഗോവയെ സ്റ്റേറ്റ് ആക്കി, സ്റ്റേറ്റ് ആയിരുന്ന ജമ്മു ആൻഡ് കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി ആക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറി ഏതൊരു സ്റ്റേറ്റിന് ഭാഗമാക്കി മാറ്റാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അതിന്റെ പ്രൊസീജിയർ എന്താണ്? പ്രൊസീജിയർ ഇതാണ്. ബിൽ ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഐദർ ഹൗസ് ഓഫ് പാർലമെന്റ്. രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു ബില്ല് പാസ്സാക്കും, ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിന്റെ ബില്ല് രണ്ട് സഭയിൽ പാസ്സാക്കും. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്താലേ മതിയാവുള്ളൂ. So President's recommendation is a compulsory prerequisite as far as bill to be introduced for the purpose of alteration by the state. എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലെ ആൾക്കാരുടെ ലെജിസ്ലേച്ചറിന്റെ അഭിപ്രായത്തിന് അതൊന്ന് അയച്ചു കൊടുക്കും. It should be referred by the president to the legislature of the state concerned. കേരളയാണെങ്കിൽ കേരളത്തിന്റെ ലെജിസ്ലേച്ചർ, ഒന്നിലധികം സ്റ്റേറ്റുകൾ ഇൻവോൾവ് ആണെങ്കിൽ ആ സ്റ്റേറ്റിന്റെ എല്ലാം ലെജിസ്ലേച്ചറിന് അയച്ചു കൊടുക്കണം ഫോർ ഒപ്പീനിയൻ. അവരുടെ ഒപ്പീനിയന് വേണ്ടി മാത്രമാണ്, അല്ലാതെ അവരുടെ ഒപ്പീനിയൻ ബൈൻഡിംഗ് ഒന്നും അല്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് തോന്നുകയാണെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ വിട്ടുകളയാം. അത് മാൻഡേറ്ററി ആയിട്ട് കംപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പാർലമെന്റ് ക്യാൻ ഡിസൈഡ് ഇറ്റ്സ് ഓൺ പ്രൊസീജിയർ, ഇറ്റ്സ് ഓൺ ഡിസിഷൻ ഇറ്റ് ക്യാൻ ഹാവ്. ഇനിയിപ്പോ ആർട്ടിക്കിൾ 4ലേക്ക് പോകാം. ആർട്ടിക്കിൾ 4ലേക്ക് പോകുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ലോസ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 2 and 3 to provide for amendment of first and fourth schedule and supplemental, incidental and consequential. എന്താണ് ഇത്? ഇതിൽ പറയുന്ന ഇതാണ്. ആർട്ടിക്കിൾ 2 പ്രകാരം 3 പ്രകാരം നമ്മൾ കണ്ടു പാർലമെന്റ് പുതിയ സ്റ്റേറ്റുകളെ ഉണ്ടാക്കാം. പുതിയ സ്റ്റേറ്റുകളെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റുകളുടെ ബൗണ്ടറി മറ്റുള്ള കാര്യങ്ങളൊക്കെ എവിടെ നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുന്നത്? അതിന്റെ ബൗണ്ടറീസ് ഒക്കെ എഴുതിയിരിക്കുന്നത് ഒന്നാം ഷെഡ്യൂൾ. ഗുഡ്, ഗ്രേറ്റ്, ഗുഡ്, നൈസ്. ഒന്നാം ഷെഡ്യൂൾ. അതുകൂടാതെ 4ാം ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭയിലേക്കുള്ള സീറ്റുകളുടെ അലോട്ട്മെന്റ് ആണ്. അപ്പൊ ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ വ്യത്യാസം വരുത്തുകയോ ചെയ്യുമ്പോൾ ഈ രാജ്യസഭയുടെ സീറ്റുകളുടെ കാര്യത്തിൽ അതിന്റെ ബൗണ്ടറിന്റെ കാര്യത്തിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ വ്യത്യാസങ്ങൾ വരും. തീർച്ചയായിട്ടും വരുത്തണമല്ലോ. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കേരളത്തിൽ നിന്ന് കുറച്ചൊരു ഭാഗം മാറ്റിയെടുത്തിട്ട് മലബാർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പുതിയ മലബാർ സ്റ്റേറ്റ് വരുമ്പോൾ അതിന്റെ ബൗണ്ടറീസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്നാം പട്ടികയിൽ വ്യത്യാസം വരുത്തിയിട്ട് പറയേണ്ടതാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വ്യത്യാസം വരികയാണ്. അങ്ങനെ വ്യത്യാസം വരുമ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളുടെ കാര്യം ഇവിടെ പറയുന്നു. നോ സച്ച് ലോ. ഇപ്പൊ മുകളിൽ പറഞ്ഞ രീതിയിലുള്ള നിയമങ്ങൾ പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്നത്. നോ സച്ച് ലോ ആസ് aforesaid shall be deemed to be an amendment of this constitution for the purpose of article 368. ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഒരു അമെന്റ്മെന്റ് ആയിട്ട് കരുതുകയില്ല. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു അമെന്റ്മെന്റ് വരുത്തണമെങ്കിൽ ആ അമെന്റ്മെന്റ് ഒരു സിമ്പിൾ മെജോറിറ്റി. പ്ലീസ് നോട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ റിജിഡിറ്റി ഫ്ലെക്സിബിലിറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യമാണ്. ഈ സ്റ്റേറ്റുകളുടെ വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങൾ വരുത്താനുള്ള അമെന്റ്മെന്റ് ഒരു സിമ്പിൾ മെജോറിറ്റിയിലും പാസ്സാക്കുന്ന ഒരു അമെന്റ്മെന്റ് ആണ്. അതിന് സ്പെഷ്യൽ മെജോറിറ്റി പോലും ആവശ്യം. സോ സ്റ്റേറ്റുകളുടെ എക്സിസ്റ്റൻസ് ഈസ് അറ്റ് ദ സ്വീറ്റ് വിൽ ഓഫ് ദി പാർലമെന്റ്. അത് ഫെഡറേഷന്റെ ഒരു ഡൈല്യൂഷൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, മൂവിംഗ് ഓൺ. ഒരു 2 or 3 പോയിന്റ്സും കൂടി പറഞ്ഞിട്ട് വിൽ കൺക്ലൂഡ് അവർ ഡിസ്കഷൻ ഫോർ ദ ഡേ. 1.5 മണിക്കൂർ ആയി തോന്നുന്നു. നമ്മൾ ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞത്, ഇന്ത്യയുടെ ഒരു ടെറിട്ടറി മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് അധികാരമുണ്ടോ? ഈസ് പാർലമെന്റ് എൻടൈറ്റിൽഡ് ആസ് പെർ ദി ലോ അണ്ടർ ആർട്ടിക്കിൾ 2 and 3? ആർട്ടിക്കിൾ 2 and 3 പ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ട ആ ഇത് പ്രകാരം എന്താണ്, ആ ഒരു നിയമപ്രകാരം ഇന്ത്യയുടെ ഒരു ടെറിട്ടറി മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഇന്ത്യയിൽ വന്നിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു.
അങ്ങനെ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് പ്രസിഡന്റ് എന്ത് ചെയ്തു പറഞ്ഞാൽ പ്രസിഡന്റ് ആർട്ടിക്കിൾ 141 പ്രകാരം സുപ്രീം കോടതിയോട് അഭിപ്രായം ചോദിച്ചു. ഒരു റെഫറൻസ് നടത്തി. അതാണ് നമ്മൾ ബെറുബറി കേസ്, റെഫറൻസ് ബെറുബറി കേസ്. ബെറുബറി എന്ന് പറഞ്ഞ ഒരു ടെറിട്ടറി വിട്ടുകൊടുക്കുന്ന മാറ്റർ ആയിരുന്നു. അപ്പോ അതിന്റെ ആൻസർ ആയിട്ട് കോടതി പറഞ്ഞത് നോ, ഇങ്ങനെ ആർട്ടിക്കിൾ 2 and 3 പ്രകാരമുള്ള ഒരു നിയമം പാസ്സാക്കിയിട്ട് പാർലമെന്റിന് ഇന്ത്യയുടെ ടെറിട്ടറി മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാനുള്ള പവർ ഇരിക്കുകയാണ്. പക്ഷേ അത് വിട്ടുകൊടുക്കാനുള്ള പവർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം വേണമെങ്കിൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് പ്രകാരമാണ് 9th Amendment in 1960, 1960 അമെന്റ്മെന്റ് പാസ്സാക്കിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട അത് അപ്രോപ്രിയേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ കേസാണ് ഇത് പലപ്പോഴും പ്രോബ്ലം ആയിട്ട് റിപ്പീറ്റഡ്ലി ഈ ബെറുബറി കേസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് I strongly suggest that all of you know that, and this should be one of the take homes for you after this class. അപ്പോൾ ബെറുബറി കേസ് എന്തായാലും മറക്കാൻ പറ്റില്ല, അറിയാൻ പറ്റും. അവിടെ ഇവിടെയൊക്കെ ഇത് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ സെറ്റിൽമെന്റ് ഓഫ് ബൗണ്ടറി ഡിസ്പ്യൂട്ട്. അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ബൗണ്ടറീസ് ഒരു മിനിറ്റ്, പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ എന്തായിരിക്കാം ഒരു പ്രോബബിൾ പ്രോബ്ലം? ഇഫ് യു ക്യാൻ സേ എക്സാമ്പിൾ. പിന്നെ പ്രോബ്ലം ഇങ്ങനെ ആകാം, അല്ലെങ്കിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്റെ ഓർമ്മ ഏകദേശം ജസ്റ്റ് പാരഫ്രൈസ് ഇറ്റ്. അതിങ്ങനെയാണ് പറയുന്നത്, the government of India has decided to give away some territory to Bangladesh. In fact, it was a transaction with Bangladesh. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് there were a lot of issues and there was a lot of പാർലമെന്റിൽ പോലും ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പാർലമെന്റിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് പ്രസിഡന്റ് മേഡ് എ റെഫറൻസ്. പ്രസിഡന്റ് ഒരു റെഫറൻസ് ചെയ്തു. അങ്ങനെയുണ്ടെങ്കിൽ യു ആർ എസ് സുപ്രീം കോർട്ട് അഡ്വൈസ് അല്ലെങ്കിൽ ഡിസൈഡ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും. ഏകദേശം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോ അതുമായിട്ട് അതിന്റെ ആൻസർ എഴുതുന്ന സമയത്ത് യു മൈറ്റ് നോ ദ ആൻസർ ഓൾറെഡി. അതിന്റെ കൂടെ ഒരു സുപ്രീം കോടതിയുടെ കേസും കൂടെ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ വെയിറ്റേജ് ആൻഡ് യു വിൽ സ്കോർ ബെറ്റർ. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തു സെറ്റിൽമെന്റ് ഓഫ് ബൗണ്ടറി ഡിസ്പ്യൂട്ട്. അപ്പോൾ ഇന്റർനാഷണൽ ബൗണ്ടറി ഉണ്ടാവും ഒരു രാജ്യവും മറ്റൊരു രാജ്യവും. നമ്മളും ഇന്ത്യക്ക് അങ്ങനെ ഒരു ബൗണ്ടറി ഒന്നും നമുക്കില്ല. നമുക്കുള്ളത് ലൈൻ ഓഫ് കൺട്രോളും LACയും LOCയും ഒക്കെ തന്നെയുള്ളൂ. അത് പണ്ട് റെഡ് ക്ലിഫ് എന്ന് പറഞ്ഞ സാഹിബ് ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ വരച്ചിട്ടിട്ട് പോയതാണ്. ആകെ 2 ആഴ്ച കൊണ്ടാണ് പുള്ളി ഇന്ത്യയും പാകിസ്ഥാനായിട്ട് വിഭജിച്ചത്. അതിനുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇന്നും പിന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ കാര്യം, പൊളിറ്റിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഹിസ്റ്ററിയിലൊന്നും നമുക്ക് പോകില്ല. എന്തായാലും പലപ്പോഴും ബൗണ്ടറി ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാം. അങ്ങനെ ബൗണ്ടറി ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇന്റർനാഷണൽ ആർബിട്രേഷൻ ഒക്കെ. ഇന്റർനാഷണൽ ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു നെഗോസിയേഷൻ നടത്തും. അങ്ങനെ നെഗോസിയേഷൻ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഇതിലെ നേരെ പോകുന്നു എന്ന് നമ്മൾ വിചാരിച്ച ബൗണ്ടറി കുറച്ച് വളഞ്ഞിട്ടാണ്. വിച്ച് മീൻസ് ദാറ്റ് നമ്മുടെ കൈവശം മുൻപുണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ച കുറച്ച് സ്ഥലങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ആണ്, അല്ലെങ്കിൽ അത് പിന്നെ ചൈനയുടെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളതിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വേണോ അല്ലെങ്കിൽ ഗവൺമെന്റൽ ആക്ഷൻ മാത്രം മതിയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കൻ ഭായ്. അപ്പോൾ യു കൻ സീ ദാറ്റ് അറ്റ് ദി ബോട്ടം ഓഫ് ദി സ്ലൈഡ്. മക്കൻ ഭായ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ ആ കേസിനകത്ത് പറഞ്ഞു അത് ഇന്ത്യൻ ടെറിട്ടറി വിട്ടുകൊടുക്കുന്നതിന് തുല്യമായിട്ട് കരുതാൻ പറ്റില്ല, റീബെറുബറിയുമായിട്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇൻ ദ കേസ് ഓഫ് റീബെറുബറി നമുക്ക് അറിയാമായിരുന്നു അത് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമാണ്, നമ്മൾ വിട്ടുകൊടുക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളതാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു ഏരിയ ആണ്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് ഇന്റർനാഷണലി സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മളത് പ്രോപ്പർലി നമ്മുടെ ബൗണ്ടറി പിന്നെ തിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും കുറച്ച് വ്യത്യസ്തത വന്നു കഴിഞ്ഞാൽ അതിൽ വലിയ പ്രശ്നമില്ല. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ വേ ഓഫ് എ എക്സിക്യൂട്ടീവ് ആക്ഷൻ ചെയ്യാമെന്നുള്ളതാണ് ഈ കേസിനകത്ത് പറഞ്ഞത്. ഇതും പ്രോബ്ലം ആയിട്ട് ചോദിക്കും. ദ കേസസ് മക്കൻ ഭായ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, സെറ്റിൽമെന്റ് ഓഫ് ബൗണ്ടറി ഡിസ്പ്യൂട്ട്. And perhaps the last point for the day is another case. The case is Union of India versus Sukumar Sen Gupta. Union of India versus Sukumar Sen Gupta. ഈ കേസിനകത്ത് വന്നുള്ള ചോദ്യം പെർപ്പച്വൽ ലീസ് എന്ന് പറയും. ലീസ് എന്ന് പറഞ്ഞാൽ പാട്ടം, നമ്മൾ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. പെർപ്പച്വൽ ലീസ് എന്ന് പറഞ്ഞാൽ പാട്ടം കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പെർപ്പച്വൽ ലീസ് നിങ്ങളുടെ ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ കേരളം കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരത്തിൽ ഒന്നായ ഒരെണ്ണം ഈ മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂ ആണ്. അതിൽ 999 വർഷത്തേക്ക് നമ്മൾ ലീസ് കൊടുത്തിരിക്കുകയാണ്. എനിത്തിങ് മോർ ദാൻ 99 years വിൽ ബി കൺസിഡേർഡ് ആസ് പെർപെച്വൽ ലീസ്. ഇതിനകത്തുള്ള ജസ്റ്റ് ഇപ്പൊ പറയേണ്ട കാര്യം എല്ലാം തോന്നിയെങ്കിലും പറയാം. ഇത് മുൻപുണ്ടായിരുന്ന ട്രാവൻകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം
പിന്നെ തമിഴ്നാടൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആയിരുന്നു. ആ എഗ്രിമെന്റ് നമ്മളെ പോലെയുള്ള ബുദ്ധിയുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാർ 1970-കളിൽ കൊണ്ടുപോയിട്ട് ആ ലീസ് എഗ്രിമെന്റ് നമ്മൾ പുതുക്കി കൊടുത്തു. അവരുടെ ചെയ്തോ വികാരം എന്താണെന്ന് മുഴുവനായിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എങ്കിലും ദാറ്റ് ഈസ് ജസ്റ്റ് an instance of lease in perpetuity, Himalayan blender on the side of Kerala politicians, I would say. Okay, coming back to the issue here. നമ്മൾ പിന്നെ ഇന്ത്യൻ ടെറിട്ടറി മറ്റൊരു രാജ്യത്തിന് വിട്ട് ലീസ് കൊടുക്കാൻ പറ്റുമോ? ഇതും ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബംഗ്ലാദേശിന്റെ കുറച്ച് ടെറിട്ടറി ഇന്ത്യയുടെ ഉള്ളിലുണ്ട്. അതിപ്പം സെറ്റിൽ ആയിട്ടുണ്ട് പുതിയ കൺട്രിക്ക് വന്നപ്പോൾ. അവിടത്തേക്ക് വരാനുള്ള കുറച്ച് വഴികൾ, അവിടെ വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും ഹെലികോപ്റ്റർ വരാൻ പറ്റും. ഹെലികോപ്റ്റർ വരികയാണെങ്കിൽ പോലും എയർ സ്പേസ് ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ. അപ്പോ അതിനകത്ത് എത്തണമെങ്കിൽ ദേ വാണ്ടഡ് എ വേ എക്സെട്ര. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രോപ്പർ യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലം ലീസ് ഇൻ പെർപെച്യുറ്റി എന്നേക്കുമായിട്ട് പാട്ടം കൊടുക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം. ആ കേസ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് സുകുമാർ സെൻ. ഇതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ് മാത്രം. ലീസിന്റെ കാര്യത്തിൽ ഓണർഷിപ്പ് ഈസ് വിത്ത് ദ ഓണർ. നമ്മുടെ ഒരു സ്ഥലം മറ്റൊരാൾക്ക് കുറെ വർഷത്തേക്ക് പാട്ടം കൊടുത്താൽ പോലും സ്ഥലം നമ്മുടെ തന്നെയാണ്. ഇപ്പൊ ഇന്ത്യയുടെ സ്ഥലം പാട്ടം കൊടുത്തു കഴിഞ്ഞാലും ഓണർഷിപ്പ് ഈസ് വിത്ത് ഇന്ത്യ. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആവശ്യമില്ല. ദ ഗവൺമെന്റ് ക്യാൻ ഡു ഇറ്റ് ബൈ വേ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സിക്യൂട്ടീവ് ആക്ഷൻ. അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് സുപ്രീം കോടതി. So with this we complete our discussion on part 1 of the constitution also. So we completed some 3 or 4 main topics today. ഇതെല്ലാം വളരെ പ്രോബബിലിറ്റി ഉള്ള ചാപ്റ്റേഴ്സ് ആണ്, ടോപ്പിക്സ് ആണ്. താരതമ്യേന ഈസി ആണ്, ഓർത്തിരിക്കാൻ അത്രയും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ പിന്നെ എക്സാം എഴുതുമ്പോൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം, യു ഹാവ് ടു ഹാവ് കേസസ് ഇൻ ദാറ്റ്. എല്ലാത്തിലും നമ്മൾ 1-2 കേസ്, മിനിമം നമ്പർ ഓഫ് കേസസ് എല്ലാത്തിലും ഉണ്ടായിരിക്കണം. പ്രോബ്ലം എഴുതുമ്പോൾ കേസ് പ്രത്യേകിച്ചും കോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സോ യുവർ ക്വസ്റ്റ്യൻ മോഡലൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. യു ഹാവ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ പാർട്ട്, യു ഹാവ് എ പ്രോബ്ലം പാർട്സ് ആൻഡ് യു ഹാവ് എൻ എസ്സേ പാർട്ട്. ഇത് 3ഉം കൂടി ചേർന്നാണ് നിങ്ങളുടെ മാർക്ക് വരുന്നത്. സോ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഇനി നമുക്ക് എക്സാമിന് മുൻപ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇഫ് യു മീറ്റ് വി വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഡിസ്കഷൻ. നമ്മൾ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഫണ്ട് റൈറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഇഫ് പോസിബിൾ, ഇഫ് ഓർഗനൈസേഴ്സ് സോ വിഷ്, ഐ വിൽ ബി അറ്റ് യുവർ ഡിസ്പോസൽ ടു ദിസ്. ഞാൻ നിങ്ങളൊന്ന് പിന്നെ മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ ഐ ക്യാൻ മേക്ക് മൈസെൽഫ് അവൈലബിൾ ഫോർ ദാറ്റ്. ഒന്ന് ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചൊന്ന് അറേഞ്ച് ചെയ്താൽ മതി. തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് പ്ലീസ് ലെറ്റ് മീ നോ. If you have any question or clarifications to make as far as today's class is concerned, I am here to do that. Otherwise, we will call it a day. That's it from my side. Once again, thank you so much and the best wishes for the examination. Thank you, sir. Thank you, sir.